So, good evening everybody. Hi, very nice to see you again with a happy mind and happy mood. All of you are now complete your entrance examination 2021. Okay, now you reached your residence and all of you are happy. All of you will be score more than 600. Your rank marks will be greater than 600. That is your cut date, that is about 610. That will be you will be reached. Okay, so we are discussing the question part of botany, the Alpha Entrance Academy, Alappuzha. So welcome to all of you to Alpha Entrance Academy's question discussion part, that is botany part. Just now it is starting, botany part is starting. Okay, I am very glad and very proud to say that all the questions what we discussed in the classrooms as well as in our textbooks as well as our study materials. See the questions, most of the questions based on the study materials given to you from the Alpha Entrance Academy. So we are glad that the management and staff of Alpha Entrance Academy is satisfied with the entrance examination, as we already imaginated the questions about the entrance examination. All the questions of the entrance examination are simple and most of the questions are directly from our NCERT. That's why I advise you always you study NCERT without any hesitation. Instead of going to higher references, you spend your time to NCERT. That will be lead you to a great rank, a good rank you will be observed. So that you experience with the examination now. Okay, so Alpha Entrance Academy, that is we are discussing the questions. Okay, that is botany ആണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. ആസ് യു നോ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൻ്റെ ആയാലും സെക്കൻഡ് ഇയറിൻ്റെ ആയാലും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന ചാപ്റ്ററിന് ഇത്ര വെയിറ്റേജ് ഉണ്ടാകും, ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഈ ചാപ്റ്ററിൽ നിന്നും, അല്ലേ? അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നമ്മൾ നോക്കുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റേജ് പഠിച്ചപ്പോൾ നമുക്ക് വെയിറ്റേജ് കൂടിയ ഒരു പാർട്ടായിരുന്നു നമ്മുടെ ബയോടെക്നോളജി എന്ന പാർട്ട്, അല്ലേ? അപ്പോൾ ബയോടെക്നോളജി, അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യന് ദാറ്റ് ഈസ് വേർഷൻ 4 ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വേർഷൻ 4-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമ്മുടെ ബയോടെക്നോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബയോടെക്നോളജി രണ്ട് ചാപ്റ്റേഴ്സ്, പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സും ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നമുക്ക് നല്ല വെയിറ്റേജാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഈ വർഷവും ഏതാണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 7 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ബയോടെക്നോളജി പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത്, ഇല്ലേ മക്കളെ? അപ്പോൾ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബയോടെക്നോളജി നിങ്ങൾ പഠിക്കാൻ പറഞ്ഞു. ബയോടെക്നോളജിക്ക് വെയിറ്റേജ് കൂടുതലാണ്, അതുകൊണ്ട് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമ്മുടെ ബയോടെക്നോളജി എന്ന ക്വസ്റ്റ്യൻ ആ പാർട്ടിൽ നിന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ് നമ്മുടെ ഈ വേർഷനിൽ, അതായത് 04 എന്ന ക്വസ്റ്റ്യൻ വേർഷനിലാണ്. Okay, all of you know that is PCR, the process of PCR, polymerase chain reaction. നമുക്ക് there are sequence, നമ്മൾ ഓർക്കുന്നു നമ്മുടെ കാരി മുള്ളിസ് എന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം ആ PCR that is 1988 അദ്ദേഹം PCR എസ്റ്റാബ്ലിഷ് ചെയ്തു. that is introduced the polymerase chain reaction and he was awarded Nobel Prize in 1993 for this great invention. അല്ലേ? that is amplification of gene of interest by PCR. നമ്മൾ പഠിച്ചു PCR is using, അല്ലേ? that is amplification of gene of interest by using PCR. അപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ നമ്പർ 11.6 സെക്കൻഡ് ഇയറിൽ ഏതാണ്ട് പേജ് നമ്പർ 202 നിങ്ങൾ പഠിച്ചു വിത്ത് എ ഫിഗർ പഠിച്ചു, അല്ലേ? ഫിഗർ പഠിച്ചു നിങ്ങൾ, വിത്ത് എ ഡയഗ്രാം, വിത്ത് എ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ പഠിച്ചു, അല്ലേ? അപ്പം 11.6 അത് നിങ്ങൾ നോക്കിയാൽ ആ ഫിഗറിൽ നിങ്ങൾ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്ന 3 ടേമുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു, അല്ലേ? 3 ടേമുകൾ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ആണ് PCR-ൻ്റെ. സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ഓഫ് PCR ദാറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, എന്തൊക്കെയാണ് ആ സീക്വൻസ്? ദ ഫസ്റ്റ് വൺ ഈസ് ദ ഡീനാച്ചുറേഷൻ, സെപ്പറേഷൻ ഓഫ് ദ ഡബിൾ സ്റ്റാൻഡേർഡ് DNA in high temperature, that is 94 degree
റിസർച്ചേഴ്സിൽ ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, സെപ്പറേഷൻ ഓഫ് DNA, ദാറ്റ് ഈസ് കോൾഡ് denaturation. Then annealing of the primer, oligonucleotide sequence anneal at the 3' end of the that is double-stranded DNA, that is replicated double-stranded DNA അല്ലേ, സെപ്പറേറ്റഡ് DNA സ്ട്രാൻഡ്സിലേക്ക് പ്രൈമർ അനീൽ ചെയ്യുന്നു. ദറ്റ് ഈസ് അനീലിംഗ്, ദറ്റ് ഈസ് ടെമ്പറേച്ചർ വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, 40 to 60 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നു, അനീലിംഗ്. ദെൻ എക്സ്റ്റൻഷൻ ആണ്, പ്രൈമർ എക്സ്റ്റൻഷൻ. അപ്പോൾ പ്രൈമർ എക്സ്റ്റൻഷനിൽ നമ്മൾ ടാക് പോളിമറേസ് എൻസൈം, തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന ടാക് പോളിമറേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രൈമർ അലോങ് വിത്ത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോറ്റൈഡ് ആഡ് ചെയ്യുന്നു. അതുപോലെ മഗ്നീഷ്യം അയോൺസ് ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് മഗ്നീഷ്യം അയോൺസ്, കാറ്റയോൺസ് നമ്മളവിടെ ഉപയോഗിക്കുന്നു എക്സ്റ്റൻഷന്. അപ്പോൾ അനീലിങ്, ദറ്റ് ഈസ് ഫസ്റ്റ് ഡീനാച്ചുറേഷൻ, ദെൻ സെക്കൻഡ് അനീലിംഗ്, the third one is extension. All of your answer may be correct. അപ്പോൾ നിങ്ങളുടെ എല്ലാം ആൻസർ ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിരിക്കും എന്ന് 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സോ യുവർ ഓപ്ഷൻ ഹിയർ ഈസ് 3 ആണ്. നിങ്ങളുടെ ഓപ്ഷൻ അവിടെ എത്ര വന്നു? 3ാമത്തെ ഓപ്ഷനാണ് ഈ ഒരു വേഴ്സണിൽ. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷിച്ച എക്സ്പെക്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യന്. അതായത് PCR-ൽ നിന്ന് ഒന്നിലധികം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തു. നമ്മൾ ആൽഫ എൻട്രൻസ് അക്കാഡമിയുടെ ക്ലാസ് ഡിസ്കഷൻ ചാപ്റ്ററിൽ, ക്ലാസ് ഡിസ്കഷൻ പാർട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഡിസ്കഷനിൽ എസ്പെഷ്യലി നമ്മുടെ ലോങ് ടൈം ക്ലാസ്സുകളിലും റിപ്പീറ്റഡ് ക്ലാസ്സുകളിലും അതുപോലെ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂൾ ക്ലാസ്സുകളിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ആൽഫ എൻട്രൻസ് അക്കാഡമിയുടെ അനദർ ക്രെഡിറ്റായി ഒരു പെൺതുവലായി നമ്മൾ കാണുന്നു PCR എന്ന ആദ്യത്തെ ക്വസ്റ്റ്യനെ കുറിച്ച്. ഓക്കെ, വെരി ഫൈൻ, ഓൾ ഓഫ് യുവർ ആൻസർ വിൽ ബി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദാറ്റ് ഈസ് ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ആണ്. ഇപ്പോൾ കാരി മുള്ളിസ് എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കുഞ്ഞുങ്ങളെ. ഓക്കെ, ഇത് നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 102 നമ്മൾ കാണുന്നു. ദാറ്റ് ഈസ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി ആണ്. അപ്പോൾ സെൻട്രൽ ഡോഗ്മ ദാറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആണ്. ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കോൾഡ് സെൻട്രൽ ഡോഗ്മ. ദാറ്റ് ഈസ് ഫ്രാൻസിസ് ക്രിക്ക് പ്രൊപ്പോസ് ചെയ്ത നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന പ്രോസസ്സാണ്. സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫ്രം DNA. But DNA have genetic information in DNA. That genetic information is transferred to mRNA, then to protein. So that is the sequence of event here is, that is DNA. But DNA, double-stranded DNA, first it undergo replication. നമ്മൾ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA replication ഒക്കെ പഠിച്ചു. ഫ്രാൻസിസ് ക്രിക്കിൻ്റെ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA replication. After DNA replication, then it is transcription on DNA replication, copying genetic information, copying of genetic information from one of the DNA into RNA. ജനറ്റിക് ഇൻഫർമേഷൻ DNA-യിൽ നിന്ന് RNA-യിലേക്ക്, മെസഞ്ചർ RNA-യിലേക്ക് കോപ്പി ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. ദെൻ ട്രാൻസ്ലേഷൻ, ദെൻ തേർഡ് പ്രോസസ്സ് എന്താ? ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ ആണ്. ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ ഫ്രം mRNA, ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ ഫ്രം mRNA ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ പ്രോട്ടീൻ്റെ ഫോർമേഷൻ ഫ്രം mRNA-യിൽ നിന്ന് ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. സോ അവർ ആൻസർ റിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ദാറ്റ് ഈസ് 1ാമത്തെ ആൻസറാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ആൻസർ, ദാറ്റ് ഈസ് റിപ്ലിക്കേഷൻ, ദെൻ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് ഫൈനലി ദി എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് മോളിക്കുലാർ ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു, നമുക്ക് ഇൻഹെറിറ്റൻസിൽ വന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനും നമ്മളെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എല്ലാം കറക്റ്റാണ് എന്ന് 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൽഫ എൻട്രൻസ് അക്കാഡമി വിശ്വസിക്കുന്നു നിങ്ങളുടെ ഈ ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ കറക്റ്റായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. റിപ്ലിക്കേഷൻ, ദെൻ ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ ട്രാൻസ്ലേഷൻ, ഫൈനലി ദാറ്റ് ഈസ് DNA-യിൽ നിന്ന് ഇൻഫർമേഷൻ ഇൻ ടു ഫൈനൽ പ്രോഡക്റ്റാണ് പ്രോട്ടീനിലേക്ക് വന്നു. പ്രോട്ടീൻ സിന്തസിസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഫൈൻ, നല്ലതായിട്ടുണ്ട്, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
103-ാമത്തെ ക്വസ്റ്റ്യന് ദാറ്റ് ഈസ് ഫ്രം പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്നാണ്. പ്ലാന്റ് ഫിസിയോളജിയിൽ നമ്മൾ 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പ്ലാന്റ് ഫിസിയോളജിയിൽ അല്ലേ. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്. സാധാരണ പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ കുറവാണെങ്കിലും ഈ വർഷം ഏതാണ്ട് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്നുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ചാപ്റ്ററിലും പ്ലാന്റ് ഗ്രോത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ചാപ്റ്ററിൽ നിന്ന്, അതുപോലെ റെസ്പിറേഷനിൽ നിന്നും ഫോട്ടോസിന്തസിസിൽ നിന്നും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിയപ്പെട്ട ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ നിന്നാണ്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ അവിടെ നമ്മുടെ ആ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന പാർട്ടിൽ 188-ാമത്തെ പേജിൽ നമ്മുടെ ഒരു പേജ് about 188 NCERTയുടെ 188 പേജിൽ നിങ്ങൾക്ക് കാണാം ഒരു 3-4 ടേമും ആ ടേമിൻ്റെ ഡിസ്ക്രിപ്ഷനും റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടേമാണ് എന്ത് കൊഹിഷൻ. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാച്ച് ദ കോളം എന്ന് പറയുന്ന നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ കോളം എങ്ങനെ, ഹൗ യു ക്യാൻ ഏബിൾ ടു ഐഡൻറ്റിഫൈ മാച്ച് ദ കോളം എന്ന് പഠിപ്പിച്ചു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് നോക്കൂ. ഒന്നാമത്തെ ഓപ്ഷൻ എ ഓപ്ഷനാണ്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ഓഫ് യു നോ കൊഹിഷൻ. കൊഹിഷൻ ഈസ് ദ മ്യൂച്വൽ അട്രാക്ഷൻ എമംഗ് വാട്ടർ മോളിക്യൂൾസ് ആണ് അല്ലേ. വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ മ്യൂച്വൽ അട്രാക്ഷൻ എമംഗ് വാട്ടർ മോളിക്യൂൾസ് ആണ് നമ്മുടെ കൊഹിഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ അട്രാക്ഷൻ എമംഗ് വാട്ടർ മോളിക്യൂൾസ്, അതാണ് നിങ്ങളുടെ കൊഹിഷൻ എന്ന് പറയുന്നത്. വാട്ടർ മോളിക്യൂൾസിനെ മ്യൂച്വലി അട്രാക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ ട്രാൻസ്പിരേഷൻ പുൾ തിയറി ഒക്കെ പഠിച്ചു. കൊഹിഷൻ ട്രാൻസ്പിരേഷൻ പുൾ തിയറി പ്രപ്പോസ്ഡ് ബൈ നമ്മുടെ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഡിക്സൺ ആൻഡ് ജോളി. അദ്ദേഹത്തിൻ്റെ കൺട്രിബ്യൂഷനിൽ പഠിച്ചു. ദ അപ്വേർഡ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ ഇൻ എ ടോൾ ട്രീ ഈസ് ബേസ്ഡ് ഓൺ കൊഹിഷൻ ട്രാൻസ്പിരേഷൻ പുൾ തിയറി പ്രപ്പോസ്ഡ് ബൈ ഡിക്സൺ ആൻഡ് ജോളി എന്നാണ് പഠിച്ച്. അവിടെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് അപ്പോൾ നാൾ പഠിക്കുന്നത്. നമ്മൾ ഒന്നാമത് പഠിച്ചതാണ് കൊഹിഷൻ എന്നുള്ള ഒന്നാമത്തെ പ്രോപ്പർട്ടി. മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് വാട്ടർ എമംഗ് ദംസെൽസ്, വാട്ടർ മോളിക്യൂൾസ്, അതാണ് കൊഹിഷൻ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊഹിഷൻ എന്ന വാക്ക് നമ്മുടെ ഓപ്ഷൻ നോക്കിയേ, എ വരുന്നത് 2-ാമത്തെ ഓപ്ഷനിലാണ്. മ്യൂച്വൽ അട്രാക്ഷൻ എമംഗ് വാട്ടർ മോളിക്യൂൾസ് A2. അപ്പം നോക്കിക്കോ മക്കളെ, നമുക്ക് A2 വരുന്ന എത്ര ഓപ്ഷൻ നമ്മൾ വന്നു ഇവിടെ. A2 വരുന്ന ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് 100% അറിയാം. കൊഹിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ആണ് കൊഹിഷൻ എന്നുള്ളത്. ആൽഫ എൻട്രൻസ് അക്കാഡമിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ആൽഫ എൻട്രൻസ് അക്കാഡമിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിലും അതുപോലെ എൻട്രൻസ് ക്ലാസ്സുകളിലും എക്സാമിനേഷന് പല പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ എക്സാമിനേഷനും അതുപോലെ ക്ലാസ് എക്സസൈസിനും ഒക്കെ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഭാഗമായി നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ കൊഹിഷൻ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്. കൊഹിഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ അട്രാക്ഷൻ വാട്ടർ മോളിക്യൂൾ. നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ എ മാച്ച് ചെയ്തു, 2 നിങ്ങളുടെ മാച്ച്. എ എന്ന് പറയുന്നത് 2. 2 വരുന്ന എത്ര ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം? 2 കാണാം. അപ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നിങ്ങൾ 2 എലിമിനേറ്റ് ചെയ്തു. 2 എലിമിനേറ്റ് ചെയ്തു. അത് ഇതിനി നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് ആവശ്യമില്ല. ഈ 2 മാത്രമേ നമുക്കിനി ആവശ്യമുള്ളൂ ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്തേ? അങ്ങനെ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. മാച്ച് ദ കോളം. നിങ്ങൾ ഒന്നാമത്തെ മാച്ച് ചെയ്ത് നോക്കി ആ ഓപ്ഷനിലേക്ക് വരണം. എങ്കിലാണ് നമുക്ക് എളുപ്പം ഈസി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാതെ, സമയം വേസ്റ്റ് ചെയ്യാതെ സമയം കൺസ്യൂം ചെയ്യാം. അതായത് ടഫ് ക്വസ്റ്റ്യൻസിനൊക്കെ കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തെ നിങ്ങൾ മാച്ച് ചെയ്തു. കൊഹിഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ അട്രാക്ഷൻ വാട്ടർ മോളിക്യൂൾസ് 2 ആണ് നിങ്ങളുടെ ഓപ്ഷൻ. അപ്പോൾ 2 വരുന്ന 2 2ഉം 3ഉം നമുക്ക് 2 വരുന്ന ഓപ്ഷൻ. അതുകൊണ്ട് നമുക്ക് 2 ഉള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അഡ്ഹഷൻ ആണ്. അഡ്ഹഷൻ അട്രാക്ഷൻ ഓഫ് വാട്ടർ ടുവേഴ്സ് ദ പോളാർ സർഫസ് എന്നുണ്ട്. അതായത് സൈലം വെസൽസിൻ്റെ വാൾസ് ആണ് പോളാർ സർഫസ് എന്ന് പറയുന്നു. ട്രക്കീഡ്സിൻ്റെയും വെസൽസിൻ്റെയും ഒക്കെ വാൾ ലെയർ, ദാറ്റ് ഈസ് ദ പോളാർ സർഫസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ പോളാർ സർഫസ്. അപ്പം 2-ാമത്തെ ദാറ്റ് ഈസ് 4 എന്ന ഓപ്ഷനാണ്. 4 എന്ന ഓപ്ഷൻ. അപ്പോൾ 2 എന്ന് വരുന്ന ഓപ്ഷൻ നോക്കി, ഇവിടെ 2 വന്നത് അല്ലെങ്കിൽ ബി വന്നത് 1 ആണ്. ബി വന്നത് 1. അപ്പോൾ നമുക്കിത് എലിമിനേറ്റ് ചെയ്യണം. പിന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 വന്നു. അപ്പോൾ 4 വന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ A2, B4, C1, D3. നമ്മൾ സിയും ഡിയും നമ്മൾ നോക്കിയില്ല. സിയും ഡിയും നോക്കാതെ നമ്മൾ എയും ബിയും മാത്രം നോക്കിയാണ് ഉത്തരം കണ്ടെത്തിയത്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ 100% യു
you are confident that this answer should be that one, because cohesion you know, adhesion you know, then you know surface. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം സർഫസ് ടെൻഷൻ എന്താണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നു that is more attracted, water molecules have more attraction in liquid phase than gaseous phase എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നു, വെള്ളം അടുപ്പയിൽ വെച്ചിട്ട് ചായയ്ക്ക് വെള്ളം അടുപ്പയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും പത്രം വായിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാനോ പോയിട്ട് വരുമ്പോൾ വെള്ളം വറ്റിപ്പോകുന്നു, വെള്ളം നീരാവിയായി പോകുന്നു, ഗേഷ്യസ് ഫേസിലേക്ക് പോകുന്നു എന്നൊക്കെ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലേ. അപ്പം കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കും, അതെല്ലാം ഓർത്തിരിക്കുമായിരിക്കാം. അപ്പം മോർ അട്രാക്ഷൻ ലിക്വിഡ് ഫേസിലാണ്. വെറുതെ അടുപ്പ് കത്തിക്കാതെ പോയാൽ വെള്ളം അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പം സർഫസ് ടെൻഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അട്രാക്ഷൻ ലിക്വിഡ് ഫേസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ഗട്ടേഷൻ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ ഗട്ടേഷൻ എന്ന് കണ്ടു. ദാറ്റ് ഈസ് ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഫേസ് അല്ലേ. അപ്പോൾ വാട്ടർ ലോസ് ഇൻ ലിക്വിഡ് ഫേസ് ആണ് നമ്മൾ ഗട്ടേഷൻ. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡാത്തോട്. നമ്മൾ റൂട്ട് പ്രഷർ പഠിക്കുമ്പോൾ നമ്മൾ റൂട്ട് പ്രഷർ ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ഏർലി മോർണിംഗ് അല്ലേ, അറ്റ് നൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില മോണോകോട്ട് പ്ലാന്റ്സിൽ, ചില പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫ് ടിപ്പിൽ ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്ത് കണ്ണിലിങ്ങനെ തേക്കും. കണ്ണിലിങ്ങനെ വെള്ളം തേക്കുമ്പോൾ നമ്മളെ കണ്ണിനുള്ള തണുപ്പായിരിക്കും, കാരണം അത് ഇമ്പ്യൂറാണ് വാട്ടർ, അതിൽ സോൾട്ടും മിനറൽസും എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പഴയ കാലത്ത് കുട്ടികൾ ആ വെള്ളം എടുത്ത് ഇങ്ങനെ കണ്ണിൽ തേക്കും എന്നൊക്കെ പറഞ്ഞു. ഗട്ടേഷൻ എന്ന വാക്ക് അവിടെയാണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഗട്ടേഷൻ എന്ന വാക്ക് എന്താണ്? ഹൈഡാത്തോടിൽ കൂടി, ഹൈഡാത്തോട് അല്ലെങ്കിൽ വാട്ടർ സൊമേറ്റയിൽ കൂടി, അതായത് വാട്ടർ ലിക്വിഡ് ഫേസിൽ ലൂസ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഗട്ടേഷൻ എന്ന് പറയുന്നു. അത് നിങ്ങൾക്കറിയാം, ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഫേസ് ആണ് അല്ലേ. അപ്പോൾ ആ ഹൈഡാത്തോണിൻ്റെ താഴെ ലൂസ്ലി പാക്ഡ് പാരൻകൈമ സെൽസ് ഉണ്ട് അല്ലേ. എപ്പിത്തം എന്ന് പറയുന്ന ലൂസ്ലി പാക്ഡ് പാരൻകൈമ സെൽസ്, അതിൻ്റെ താഴെ വെയിൻ ടിപ്പുകൾ കാണാം, അതിൽ കൂടി വെള്ളം ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ കണ്ടത് ഗട്ടേഷൻ എന്ന വാക്ക്. അതുകൊണ്ട് ദീസ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, വളരെ ഈസിയായി അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഇതിൽ പലതും. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു. സോ യുവർ കറക്റ്റ് ആൻസർ, യുവർ ഓപ്ഷൻ ഈസ് നൗ തേർഡ് ഓപ്ഷനാണ്. ഓപ്ഷൻ നോക്കിക്കണം, ഓപ്ഷൻ തേർഡ്, കാരണം ഞാൻ നേരെ മാച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ A2, B4, C1 ആൻഡ് D3 എന്ന വാക്ക് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടി, കോഹീഷൻ, അഡ്ഹഷൻ, സർഫസ് ടെൻഷൻ ഗീവ്സ് ഹൈ ടെൻസിൽ സ്ട്രെങ്ത് ആൻഡ് ഹൈ കാപ്പിലാരിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട്. ഹൈ ടെൻസിൽ സ്ട്രെങ്ത് അല്ലേ, ആൻഡ് ഹൈ കാപ്പിലാരിറ്റി. ടെൻസിൽ സ്ട്രെങ്ത് എബിലിറ്റി ടു റെസിസ്റ്റ് പുള്ളിങ് ഫോഴ്സ് എന്ന് പഠിച്ചു. കാപ്പിലാരിറ്റി എബിലിറ്റി ടു റേസ് ത്രൂ തിൻ ട്യൂബ്. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് ദാറ്റ് ഈസ് അപ്വേർഡ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടറിലാണ്. അപ്വേർഡ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ, അതായത് ട്രാൻസ്പിരേഷൻ പുൾ തിയറിയുമായി റിലേറ്റഡ് ആയിട്ട് പഠിച്ച വാക്കുകളാണ് ഇത് മൂന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി ഈ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും ആൽഫ എൻട്രൻസ് അക്കാഡമിയിൽ നിന്ന് എൻട്രൻസ് പഠിച്ച് എൻട്രൻസ് എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തു. 100% നിങ്ങൾക്ക് ഈ ആൻസർ കറക്റ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. See, we are happy, we are proud because this question already we discussed in the classrooms. Okay, good, fine, well, we can go to the next question. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നേ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ഇയറിലെ പാർട്ടിൽ നിന്നാണ്. സെക്കൻഡ് ഇയറിലെ പാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വെയിറ്റേജ് ഉള്ള ഒരു പാർട്ടാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന പാർട്ട്, അവിടെ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് ആയാലും, ദാറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയാലും, റീപ്രൊഡക്ഷൻ ഓർഗാനിസം ആയാലും, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആയാലും അവിടെ വെയിറ്റേജ് കൂടുതലാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീപ്രൊഡക്ഷനിൽ നിന്ന് ഏതാണ്ട് നമുക്ക് ബയോളജി പാർട്ട്, ബോട്ടണി പാർട്ടിൽ 4 ക്വസ്റ്റ്യനാണ് നമ്മുടെ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ റീപ്രൊഡക്ഷൻ ഓർഗാനിസവും ബേസ് ചെയ്ത് നമുക്ക് 4 ക്വസ്റ്റ്യൻസാണ് ഇവിടെ. സോളജിയിൽ മറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം വെയിറ്റേജ് ഞാൻ പറഞ്ഞ പോലെ 6 ക്വസ്റ്റ്യനാണ് നമ്മൾ വെയിറ്റേജ് പറഞ്ഞത്. ബോട്ടണിയിൽ തന്നെ ഇപ്പം 4 ക്വസ്റ്റ്യനായി അല്ലേ. നമ്മുടെ വെയിറ്റേജ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യൻ ഉണ്ടാകും. 6 to 8 ആണ് വെയിറ്റേജ് പറഞ്ഞിരുന്നത് റീപ്രൊഡക്ഷനിൽ നിന്ന്. ബോട്ടണിയിൽ തന്നെ ഇപ്പം 4 ക്വസ്റ്റ്യൻ നമുക്ക് വന്നു അല്ലേ. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട അടുത്ത ക്വസ്റ്റ്യന് എന്ന് പറയുന്നത് ഫിഗർ നമ്പർ 2.8. സെക്കൻഡ് ഇയർ NCERT എടുത്തിട്ട് അതിൽ ഫിഗർ നമ്പർ
2.8 നമ്മൾ നോക്കിയാൽ നമുക്കൊരു ഡയഗ്രം കാണാം. ഒരു ഡയഗ്രം താഴെ അറ്റത്തെ ഏറ്റവും താഴെ ലോവർ റൈറ്റ് ഹാൻഡ് കോർണറിലെ ലാസ്റ്റ് ഡയഗ്രം നോക്കൂ. അതാണ് നമ്മുടെ മെച്യൂർ എംബ്രിയോ സാക്കിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നു. ഒരു മെച്യൂർ എംബ്രിയോ സാക്കിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്, എത്ര സെൽസ് ഉണ്ട് നമ്മൾ പഠിച്ചു. മെച്യൂർ എംബ്രിയോ സാക്ക് ഈ 7 celled and 8 nucleate. 7 celled and 8 nucleate എന്ന ഓപ്ഷനാണ് നമുക്കുള്ളത്. 7 celled. അപ്പോൾ 7 celled പക്ഷേ രണ്ടാമതായിപ്പോയെന്നേ ഉള്ളൂ, അത് തെറ്റിക്കാതെ എഴുതണമായിരുന്നു. 8 nucleate and 7 celled. അപ്പോൾ ഇവിടെ 8 nucleate and 7 celled. അപ്പോൾ 7 celled and 8 nucleate എന്നാണ് അല്ലേ. അപ്പോൾ 8 nucleus ഉണ്ടെങ്കിലും അതിൽ ആ 8 ന്യൂക്ലിയസിൽ 6 ന്യൂക്ലിയസിന് ദർ ഈസ് എ മെംബ്രെയിൻ ഉണ്ട്. 6 ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ സെൽ വാൾ ഉള്ള 6 ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ സെൽ വാൾ ആണ് അല്ലേ. ഇൻ സെൽ വാൾ ദെൻ polar nuclei, that is central cell, that is the largest cell in the embryo sac ആണ് സെൻട്രൽ സെല്ല്. അതിൽ 2 ന്യൂക്ലിയസ് ആണ്, 2 പോളാർ ന്യൂക്ലിയസ്, അപ്പർ പോളാർ ന്യൂക്ലിയസും ലോവർ പോളാർ ന്യൂക്ലിയസും സെൻട്രലിലേക്ക് വന്നിട്ടുള്ള പോളാർ ന്യൂക്ലിയാണ്. അത് പിന്നെ ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ആകും എന്നും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഇയറിലും പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു മെച്യൂർ എംബ്രിയോ സാക്ക് ആസ് പെർ അവർ NCERT സെക്കൻഡ് ഇയറിലെ NCERT സെക്കൻഡ് ചാപ്റ്ററിനെ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു 7 celled and 8 nucleus ആണ്. 7 celled and 8 7 cell, അതായത് 3 ആൻറ്റിപോഡൽ, 3 എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിൽ എഗ്ഗും അതുപോലെ സെനർജിറ്റ്സും പിന്നെ 2 പോളാർ ന്യൂക്ലിയസ്. അപ്പം പറഞ്ഞ ആൻറ്റിപോഡൽ സെൽസിന് സെൽ വാളുണ്ട്, അതുപോലെ എഗ് അപ്പാരറ്റസിൽ നമുക്ക് സെനർജിറ്റ്സ്, എഗ്ഗ്, അതിനൊക്കെ സെൽ വാളുണ്ട്. നടുക്കുള്ള 2 പോളാർ ന്യൂക്ലിയസ് സെൻട്രൽ സെല്ലിലാണ് ഉള്ളത്. സെൻട്രൽ സെല്ലിൽ ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് സെൽ ഓഫ് ദ എംബ്രിയോ സാക്ക് എന്ന് പഠിച്ചു. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും ആ ക്വസ്റ്റ്യനും 100% കറക്റ്റാക്കി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനകത്ത് ഒരു ഡൗട്ടേ നമുക്ക് ആർക്കുമില്ല. കാരണം ഓൾ ഓഫ് യു നോ, വെദർ യു ആർ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ആയാലും ശരി, റിപ്പീറ്റഡ് ആയാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടൈം കുട്ടികളായാലും ശരി, ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിലെ കുട്ടികളായാലും ശരി, എല്ലാവർക്കും ഒരുപോലെ ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു 104-ാമത്തെ നമ്മുടെ പ്രിയപ്പെട്ട ക്വസ്റ്റ്യന്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. എല്ലാവരും ഹാപ്പിയാണ് ആ ക്വസ്റ്റ്യനിൽ അല്ലേ? ഓക്കെ, ദെൻ ഇനി നമുക്ക് 105-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 105 വീണ്ടും നമ്മുടെ പ്ലാൻ ഫിസിയോളജിയിലേക്ക് വന്നു. പ്ലാൻ ഫിസിയോളജിയുടെ അവസാന ടോപ്പിക്കിലേക്ക് വന്നു. അവസാന ടോപ്പിക്കാണ് ദാറ്റ് ഈസ് പ്ലാൻ ഗ്രോത്ത്. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്ലാൻ ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചു. പ്ലാൻ ഹോർമോൺസ് അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചു. ഓക്സിനെ, ഗിബറലിനെ, സൈറ്റോകൈനിനെ, അബ്സിക് ആസിഡ്സ്, എഥിലീൻ എന്ന് പറയുന്ന ആ ഹോർമോണിനെ കുറിച്ച് പഠിച്ചു അല്ലേ. 3 ഗ്രോത്ത് പ്രൊമോട്ടറും അതുപോലെ 2 ഗ്രോത്ത് റിട്ടാർഡറും. എഥിലീൻ കുഡ് ഫിറ്റ് ബോത്ത് എന്നാണ് പഠിച്ച്, ബോത്ത് ആ പ്രൊമോട്ടർ ആൻഡ് റിട്ടാർഡറാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ ഓക്സിൻ. FW വെൻറ്റ് എന്ന സയൻറ്റിസ്റ്റ് ടു ഗ്രോ എന്ന വാക്കാണ് ഓക്സിൻ എന്ന വാക്ക്. ഓക്സിൻ, നാച്ചുറൽ ഓക്സിൻ ഉണ്ട്, അതുപോലെ സിന്തറ്റിക് ഓക്സിൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം അവിടെ ഓക്സിൻ്റെ റോളുകൾ പഠിച്ചപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളുകൾ പഠിച്ചു. അപ്പിക്കൽ ഡോമിനൻസ്, റൂട്ടിംഗ് ഹോർമോണ്, പാർത്തനോ കാർപ്പി അല്ലേ. അങ്ങനെ പല 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 സെൽ ഡിവിഷൻ, വാസ്കുലാർ കേമ്പിയം, ഇതൊക്കെ ഓർത്തിരിക്കുന്നു. നിങ്ങളിപ്പം പരീക്ഷ കഴിഞ്ഞേ ഉള്ളൂ, എല്ലാം ഓർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു. അങ്ങനെ നമ്മൾ അതിൽ ആ ഹോർമോണിൽ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ യൂസ്ഡ് ആസ് വീഡിസൈഡ് എന്ന് പറയുന്നു അല്ലേ. നമ്മൾ 2,4-D ഈസ് യൂസ്ഡ് ആസ് എ വീഡിസൈഡ്, ഒരു സിന്തറ്റിക് ഹോർമോണാണ് 2,4-D, 2,4-ഡൈക്ലോറോഫിനോക്സി അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഓക്സിനാണ്. അതുപോലെ NAA ദാറ്റ് ഈസ് ഓൾസോ സിന്തറ്റിക് ഓക്സിനാണ്. IAA ആൻഡ് IBA ആർ നാച്ചുറൽ ഓക്സിനാണ്. ഇത് രണ്ടും നമുക്ക് നാച്ചുറൽ ഓക്സിനും ഇത് രണ്ടും നമുക്ക് സിന്തറ്റിക് ഓക്സിനുമാണ്. അപ്പോൾ 2,4-D ഈസ് യൂസ്ഡ് ആസ് എ വീഡിസൈഡ്. ഇറ്റ് കിൽ ബ്രോഡ് ലീഫ്, ഡൈക്കോട്ട് ലീഫ്. ബ്രോഡ് ലീവ്ഡ് ആയിട്ടുള്ള ഡൈക്കോട്ട് ലീഫിൽ നമ്മുടെ ലോണൊക്കെ വീഡ് ഫ്രീ ലോൺ എന്ന് കേട്ടിട്ടുണ്ട്. വീഡ് ഫ്രീ ലോൺ, വീഡ് ഫ്രീ, ഞാൻ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. വീഡ് ഫ്രീ ലോൺ അല്ലേ. അപ്പോൾ ലോൺ ആണ്, ലോൺ പ്രിപ്പയർ ചെയ്യുന്ന, ലോൺ ഉണ്ടാകുന്ന നമ്മൾ വീടെന്ന് വെച്ചാൽ കളകളില്ലാത്ത ലോൺ ഉണ്ടാക്കാൻ. കാരണം
കാരണം ഇത് മോണോകോട്ട് ലീഫിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്രാസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബ്രോഡ് ലീഫ്ഡ് ആയിട്ടുള്ള ഡൈക്കോട്ട് ലീഫിൻ്റെ ഇലകളിലാണ് ഇത് കൂടുതലും അഫക്റ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുന്നു. അതിൻ്റെ ഫോട്ടോസിൻ്റെ മെഷീനറി എല്ലാം നശിപ്പിച്ച് അതിനെ നശിപ്പിച്ച് കളയുന്നു. 2,4-D എന്ന് പറയുന്ന ഹോർമോൺ, അതാണ് നമ്മുടെ യൂസ്ഡ് ആസ് ഡിസ്ട്രോയ് വീഡ്സിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതും നിങ്ങൾ 100% ശരിയാക്കിയ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ദിസ് ഓൾസോ യുവർ കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് യു. ഈസി ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് എല്ലാം ഉണ്ടായത്. നിങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ, പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഏതാണ്ട് 99% ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും എഴുതാൻ കഴിയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കട്ട് ഓഫ് 610 ഒക്കെ വന്നത് എന്നുള്ളത് കാര്യം ഓർത്തിരിക്കുക. എല്ലാവരും കറക്റ്റാക്കി എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ. എല്ലാവരും നന്നായിട്ട് എഴുതി. ഓക്കെ, എല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ദെൻ അടുത്ത ഒരു ഈസി ക്വസ്റ്റ്യനാണ് നമ്മുടെ ഇക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്കോളജിയിലേക്ക് വന്നപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ക്വസ്റ്റ്യനാണ് ഇത്. എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് സച്ച് ആസ് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം പ്രസൻറ്റ് ഇൻ സോയിൽ അറ്റ് എ ഗിവൻ ടൈം ഈസ് റെഫേർഡ് ആസ്. നിങ്ങളോട് 2 വാക്കുകൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറഞ്ഞിരുന്നു. 2 വാക്കുകൾ കമ്പയർ ചെയ്യാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഒന്ന് സ്റ്റാൻഡിങ് സ്റ്റേറ്റും മറ്റേത് സ്റ്റാൻഡിങ് ക്രോപ്പുമാണ്. സ്റ്റാൻഡിങ് സ്റ്റേറ്റും സ്റ്റാൻഡിങ് ക്രോപ്പുമാണ്. അപ്പോൾ ന്യൂട്രിയൻ പ്രസൻറ്റ് in soil at a given time is referred as എന്താ പറഞ്ഞ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് അല്ലേ. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന വാക്കാണ്. ന്യൂട്രിയൻ്റ് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. ന്യൂട്രിയൻ്റ് എന്ന് പറയുന്ന വാക്ക് വന്നാൽ അവിടെ നമ്മൾ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് ആണ് എഴുതേണ്ടത് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ട്രോഫിക് ലെവൽ എന്ന വാക്കുമായി വന്നാൽ അവിടെ നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയും. അപ്പം ലീവിങ് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ. അപ്പോൾ ട്രോഫിക് ലെവൽ എന്ന വാക്ക് കണ്ടാൽ നിങ്ങൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എഴുതാനും ന്യൂട്രിയൻ്റ് എന്ന വാക്ക് കണ്ടാൽ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എഴുതാനും ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിൽ ഇത് പ്രത്യേകം കൊടുത്തൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റാൻഡിങ് സ്റ്റേറ്റും സ്റ്റാൻഡിങ് ക്രോപ്പും എന്ന 2 വാക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിരുന്നു. പിന്നെ നമുക്കറിയാം ക്ലൈമാക്സ്, അവിടെ ഓപ്ഷന് തെറ്റാൻ കാരണമില്ല. കാരണം ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എൻ്റർലി ഡിഫറെൻറ്റ് പാർട്ടാണ്. നമ്മൾ പ്ലാന്റ് സക്സഷനിൽ ഹൈഡ്രോസീരിയ ആയാലും സീറോസീരിയ ആയാലും അതിൻ്റെ ഫൈനൽ കമ്മ്യൂണിറ്റി, അതാണ് നമ്മൾ പൈനിയർ കമ്മ്യൂണിറ്റി, ഇനിഷ്യൽ പൈനിയറും ഫൈനൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, മീസിക് സ്റ്റേജിലേക്ക് എത്തുന്ന, മീസാർ സ്റ്റേജിലേക്ക് എത്തുന്ന. ഇപ്പോൾ ഹൈഡ്രോസീരിയ ആയാലും സീറോസീരിയ ആയാലും ദാറ്റ് വിൽ ബി ടെർമിനേറ്റ് ഇൻ മീസിക് കണ്ടീഷൻ എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ. മീസിക് കണ്ടീഷനിലേക്ക് വരുന്ന കണ്ടീഷനാണ് നമ്മുടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഒരിക്കലും നിങ്ങൾ എഴുതിയില്ല. നിങ്ങൾക്ക് ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ അവിടെ ന്യൂട്രിയൻ്റ് എന്ന വാക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് ആണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് 100% ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ 100% കറക്റ്റാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അപ്പം നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിലെ ക്ലാസ്സുകൾ നടക്കുന്നു. ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അനിയത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ അവർക്ക് ജോയിൻ ചെയ്യാം. കാരണം +1 അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ എൻട്രൻസിനോടൊപ്പം തന്നെ അതുപോലെ ക്ലാസ് റൂം ടീച്ചിങ്ങിനോടൊപ്പം തന്നെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ്ങുമാണ് നോർമലായിട്ടുള്ള ഹയർ സെക്കൻഡറി ടീച്ചിങ്ങിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിന്. എല്ലാ മിടുക്കന്മാരും മിടുക്കുകളുമായ കുട്ടികൾ നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന മിടുക്കന്മാരും മിടുക്കുള്ള കുട്ടികളൊക്കെ എല്ലാം എൻട്രൻസ് എക്സാമിനേഷൻ വളരെ ഈസിയായി തുടക്കും എന്ന് തോന്നും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ എഴുതി വന്ന കുട്ടികളെ കണ്ടപ്പോഴേ അവരുടെ ചില മുഖഭാവം കണ്ടപ്പോഴേ അവർ പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻ ഞങ്ങൾ നന്നായിട്ട് എഴുതി ഇതെല്ലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കുട്ടികളെല്ലാം നന്നായിട്ട് എഴുതി. അപ്പം നമ്മൾ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ. കുട്ടികൾ അനിയത്തിമാരും ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ. നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാം. എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ട. ഇതിനോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നടന്നു പോകുന്നതാണ്. ഓക്കെ, വെൽ ആൻഡ് ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 106. ദെൻ വീണ്ടും നമ്മുടെ മാച്ച് ദ കോളം വന്ന് കിടക്കുന്നു. നോക്കിയേ, നമ്മുടെ ലക്കി ക്വസ്റ്റ്യനാണ് മാച്ച് ദ കോളം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഈ ടിഷ്യൂ കാണുമ്പോൾ അറിയാം അനാറ്റമിയിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യന്. നമ്മുടെ പ്ലാന്റ് അനാറ്റമി വെയിറ്റേജ് ഉണ്ട്. 3 ക്വസ്റ്റ്യനാണ് നമുക്ക് അനാറ്റമി ഈ പ്രാവശ്യം ചോദിച്ചത്. മോർഫോളജിയേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് അനാറ്റമിയിൽ നിന്നുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യനാണ് നമുക്ക് അനാറ്റമിയിൽ നിന്നുണ്ടായത്.
അല്ലേ? അപ്പോൾ അനാറ്റമിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് സെൽ വിത്ത് ആക്റ്റീവ് സെൽ ഡിവിഷൻ കപ്പാസിറ്റി എന്ന ക്വസ്റ്റ്യൻ ഉത്തരം ആർക്കാണ് അറിയാൻ പറ്റില്ലാത്തത്? നമുക്ക് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് അല്ലേ? അപ്പോൾ റൂട്ട് ടിപ്പിൻ്റെയും ഷൂട്ട് ടിപ്പിൻ്റെയും ഒക്കെ അറ്റത്ത് നമുക്കറിയാം ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ് അല്ലേ? അപ്പോൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് എന്താ മക്കളെ? സെൽസ് വിത്ത് ആക്റ്റീവ്ലി സെൽ ഡിവിഷൻ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ ഓൾ ഓഫ് യു നോ ദറ്റ് ഈസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, വിത്തൗട്ട് എനി ഡിലേ you will answer the cells with actively cell division capacity is the meristematic tissue. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റം, എ ഗ്രൂപ്പ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് പ്രസൻറ്റ് ഇൻ ദ ഗ്രോയിങ് റീജിയൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ടേം കോയിൻഡ് ബൈ നഗേലി എന്ന വാക്കൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നും. നഗേലി കോയിൻ ദ ടേം മെരിസ്റ്റം എന്ന വാക്കൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ എ എന്നുള്ളത് ഓപ്ഷൻ നോക്കിയേ, ഒന്ന് മാച്ച് ചെയ്തേ. എ എന്നുള്ളത് നമുക്ക് കിട്ടിയത് 2, എക്ക് 2. അപ്പോൾ നമ്മൾ A2. അപ്പോൾ A2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ദേ മോസ്റ്റ് ലക്കിയസ്റ്റ് പേഴ്സണായി നിങ്ങൾ മാറി അല്ലേ? A2 വരുന്നത് എത്രയുണ്ട് മക്കളെ? ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ A2 വരുന്നത്. പിന്നെ എന്തിനാ വേസ്റ്റ് ചെയ്യുന്ന സമയം? വേസ്റ്റ് ചെയ്യണ്ടല്ലോ, ഡയറക്റ്റായിട്ട് നമുക്ക് പോകാം. A2 വരുന്ന ഒരെണ്ണമേ ഉള്ളൂ. ഭാഗ്യത്തിന് നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും മെരിസ്റ്റം എന്ന വാക്ക് അറിയാൻ പാടില്ലാത്ത LKG പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും മെരിസ്റ്റം എന്നുള്ളത് അറിയാം എന്നെനിക്കറിയാം. അതുകൊണ്ട് ഓൾ ഓഫ് യു നോ മെരിസ്റ്റം എന്താണ്? സെൽസ് വിത്ത് ആക്റ്റീവ്ലി സെൽ ഡിവിഷൻ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് 3ലേക്ക് വരാം. നമ്മുടെ ഓപ്ഷൻ ആ ഒറ്റ ഒരെണ്ണം മതിയല്ലോ നിങ്ങൾക്ക്. എങ്കിലും നമുക്ക് ബാക്കിയുടെ നോക്കാം. ടിഷ്യൂ ഹാവിങ് ഓൾ സെൽ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ അല്ലേ? സിമിലർ സ്ട്രക്ചർ നമ്മൾ സിമ്പിൾ ടിഷ്യൂ എന്നും കോംപ്ലക്സ് ടിഷ്യൂ എന്നും പഠിച്ചു. ഹോമോജീനസ് സെൽസ് എന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെൽസ് ആർ ഹോമോജീനസ് അല്ലേ? അപ്പോൾ സിമ്പിൾ ടിഷ്യൂ നമ്മൾ കാണാം. സിമ്പിൾ ടിഷ്യൂ ഹോമോജീനസ് ആയിട്ടുള്ള സെൽസുകളാണ്. ഹോമോജീനസ് ആയിട്ടുള്ള സെൽസുകളാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ ഇതെല്ലാം പഠിച്ചു. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ 4 ദറ്റ് ഈസ് B4 അത് നമ്മൾ കറക്റ്റാക്കി. ദെൻ ടിഷ്യൂ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് കോംപ്ലക്സ് ടിഷ്യൂ. വാസ്കുലാർ ടിഷ്യൂ is complex tissue. Xylem and phloem are examples for complex tissue. Complex tissue, vascular tissue. പിന്നെ dead cells with highly thickened walls and narrow lumen നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരൻകൈമ ലിവിങ് ആണ്, കോളൻകൈമ ലിവിങ് ആണ്, പക്ഷേ സ്ക്ലിയറൻകൈമ ഡെഡ് സെൽസ് ആണ്. ഡെഡ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ് സ്ക്ലിയറൻകൈമ. വിച്ച് ആർ ഇലോങ്ങേറ്റഡ് ഓർ നോൺ ഇലോങ്ങേറ്റഡ് ആണ്. ഇലോങ്ങേറ്റഡ് നമ്മൾ എന്ത് വിളിക്കുന്നു? ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നു. നോൺ ഇലോങ്ങേറ്റഡ് സെൽസ് നമ്മൾ എന്താ വിളിച്ചത്? സ്ക്ലിയറിഡ്സ് അല്ലേ? സ്ക്ലിയറിഡ്സ് ആർ അല്ലേ? സ്ക്ലിയറൻകൈമ സെൽസ് ഡെഡ് സെൽസ് ആണ്. ഹൈലി തിക്ക് വാൾഡ് ആയിട്ടുള്ള സെൽസുകളാണ്. അതിന് മെക്കാനിക്കൽ സപ്പോർട്ടാണ് പ്രധാന ഫങ്ഷൻ. സ്ക്ലിയറിഡ്സ് നമ്മൾ പലതരം സ്ക്ലിയറിഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രാക്കി സ്ക്ലിയറിഡ്സ്, ആസ്ട്രോ സ്ക്ലിയറിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ സ്ക്ലിയറിഡ്സ് അപ്പോൾ ഈസിയായി നിങ്ങൾക്കത് മാച്ച് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മുടെ D ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. സോ ഇതിനൊന്നും നിങ്ങൾ പോകേണ്ട. എൻട്രൻസ് എക്സാമിനേഷൻ ആയതുകൊണ്ട് പഠിക്കാനല്ല പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ടൈം നിങ്ങൾ എങ്ങനെ കൺസ്യൂം ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. യു മൈറ്റ് ഹാവ് ദറ്റ് ഈസ് reduce your time by matching the first one itself. I believe that all of you have done the practice how you can able to match the column. Okay, അപ്പോൾ അങ്ങനെ മാച്ച് ചെയ്തു. സോ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അനാറ്റമിയിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു മാച്ച് ദ കോളത്തിൽ ഉണ്ടായത്. സോ യുവർ ഓപ്ഷൻ ഈസ് 3 ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ PCR പഠിച്ചു. ദറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ഓഫ് ഇൻട്രസ്റ്റ്, ദറ്റ് ഈസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ആംപ്ലിഫിക്കേഷൻ ആണ്. അതിൽ നമ്മൾ അനേകം ഇമ്പോർട്ടൻസ് പഠിച്ചു. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജീൻ ആംപ്ലിഫിക്കേഷന്, ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ആംപ്ലിഫിക്കേഷന്. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിക്റ്റേറ്റ് ജീൻ സീക്വൻസ് ഇൻ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് അല്ലേ? ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് അതായത് മോളിക്കുലാർ ഡയഗ്നോസിസ്. PCR ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മോളിക്കുലാർ ഡയഗ്നോസിസ്. മോളിക്കുലാർ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡിക്റ്റേഷൻ ഓഫ് ജീൻ ഇൻ മ്യൂട്ടേഷൻ. ജീൻ മ്യൂട്ടേഷന് നമുക്ക് PCR ഈസ് യൂസിങ് ജീൻ മ്യൂട്ടേഷൻ. ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീനാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഏതാണ് അല്ലാത്തത്? ഒന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ ആണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ ദാറ്റ് ഈസ് നമ്മുടെ ഡൗൺ സ്ട്രീം പ്രോസസ് എന്നാണ്. അത് PCR ദർ ഈസ് നോ റിലേഷൻ. സോ യുവർ ആൻസർ ഈസ് കറക്റ്റ്.
ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. നിങ്ങൾ എല്ലാവരുടെയും ആൻസർ കറക്റ്റ് അല്ലേ? അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ എന്ന ആൻസർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഇൻകറക്റ്റ് എന്ന വാക്ക് എല്ലാവരും ഓർത്തിരിക്കണം. ഇൻകറക്റ്റ്, അതായത് സെൽ ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് സെൽ ബയോളജി എന്ന പാർട്ടിൽ നിന്നും അല്ലെങ്കിൽ സൈറ്റോളജി എന്ന പാർട്ടിൽ നിന്നും നമുക്ക് നല്ലൊരു വെയിറ്റേജ് ഉണ്ടായിരുന്നു. 6 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. 6 ക്വസ്റ്റ്യൻ സെൽ ഡിവിഷനും എല്ലാം കൂടെ ചേർത്ത് അപ്പോൾ ആ ഒരു യൂണിറ്റിൽ നിന്ന് ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും എഴുതി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ദ പെരി ന്യൂക്ലിയർ സ്പേസ് ഫോംസ് എ ബാരിയർ. പഠിച്ചിട്ടുണ്ടല്ലോ പെരി ന്യൂക്ലിയർ സ്പേസ് അല്ലേ? പെരി അതായത് 10 മുതൽ 50 വരെ നാനോമീറ്റർ ഗ്യാപ്പുള്ള ആ പെരി ന്യൂക്ലിയർ പ്രസൻറ്റ് ബിസൈഡ് ദ ന്യൂക്ലിയസ് ആൻഡ് ദാറ്റ് ഓഫ് സൈറ്റോപ്ലാസം. യെസ് അല്ലേ? കറക്റ്റ് അല്ലേ? perinuclear space. Okay, then nuclear pores act as passenger for protein and RNA molecule in both direction between nucleus and cytoplasm. Say cytoplasm nucleus തമ്മിൽ RNA protein transport takes place through nuclear pore. രണ്ട് മെംബ്രെയിനും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. Then mature sieve tube element possesses a conspicuous nucleus and usual cytoplasmic organelle. പറഞ്ഞിട്ടുണ്ട് അനാറ്റമിയിൽ sieve ട്യൂബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. That is only living cell, mature cell without nucleus അല്ലേ? because it have അതിനോട് അസോസിയേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കമ്പാനിയൻ സെൽസ് ആർ ദെയർ. ദ സിസ്റ്റർ സെൽ ഓഫ് സീവ് ട്യൂബ് എന്ന് പറയുന്നു. അവിടെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. മെച്ചർ സീവ് ട്യൂബ് കോൺസ്പിക്യസ് ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഓൾ ഓഫ് യു നോ ആർ ദെയർ. പെരിഫറൽ സൈറ്റോപ്ലാസം, ലൈൻ ഓഫ് സൈറ്റോപ്ലാസവും പി പ്രോട്ടീനും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം ഓപ്ഷൻ 3 ആണ്. മൈക്രോ ബോഡീസും നമ്മൾ പഠിച്ചു. സെൽ ബയോളജിയുടെ അവസാന ഭാഗത്ത് ചെറിയൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അത് മൈക്രോ ബോഡീസ് മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ആണ്. മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ആണ് മൈക്രോ ബോഡീസ്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പെറോക്സിസോംസ്, ഗ്ലയോക്സിസോംസ്, സ്ഫീറോസോംസ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അത് മൈക്രോ ബോഡി പ്ലാന്റ്സിലുമുണ്ട് ആനിമൽസിലുമുണ്ട്. സോ യുവർ ആൻസർ ഈസ് 3. വെരി ഗുഡ്. ആൽഫ എൻട്രൻസ് അക്കാഡമിയിൽ വളരെ കുട്ടികൾ എല്ലാവരും എഴുതിയ ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെമ്മ ആർ പ്രസൻറ്റ് ഇൻ നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് വെയിറ്റേജ് കൂടുതലായിരുന്നു. പ്ലാന്റ് കിങ്ഡത്തിൽ 4 ക്വസ്റ്റ്യനാണ് പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. നമ്മൾ പഠിച്ചത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതാണ്ട് 4 ക്വസ്റ്റ്യൻസ് ആണ് പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് വന്നത്. അപ്പം ജെമ്മേ അസെക്ഷൽ ബഡ്സ് ആണ് അല്ലേ? അസെക്ഷൽ ബഡ്സ് നമ്മൾ അവിടെ പഠിച്ചു. ലിവർ വഡ്സും മോസസും പഠിച്ചു. ലിവർ വഡ്സിൽ റിക്സിയ മാർക്കാൻഷ്യ എന്ന 2 ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പം റിക്സിയയിൽ ജമ്മാക്കപ്പ് ഇല്ല, മാർക്കാൻഷ്യയിലാണ് ജമ്മാക്കപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാ ലിവർ വഡ്സിലും ജമ്മാക്കപ്പ് ഇല്ല. ഓൺലി സർട്ടൻ ലിവർ വഡ്സ്, സം ലിവർ വഡ്സിൽ മാത്രമേ എന്തുള്ളൂ ജമ്മാക്കപ്പ് ഈസ് പ്രസൻറ്റ്. ജെമ്മേ ദ എസെക്ഷൽ ഗ്രീൻ എസെക്ഷൽ ബഡ്സ് മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഗ്രീൻ എസെക്ഷൽ ബഡ്സ് ഡെവലപ്സ് ഓൺ മാർക്കാൻഷ്യ താലസ്. നമ്മുടെ ഫിഗർ ഉൾപ്പെടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. സോ ഓപ്ഷൻ ഈസ് സം ലിവർ വഡ്സ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ. See, the factor that leads to founder effect in a population, നമ്മുടെ എക്കോളജിയിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലേഷൻ ഫൗണ്ടർ എഫക്റ്റ് നമ്മൾ കണ്ടിച്ചു അല്ലേ? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ബൈ ചാൻസ്. നമുക്കറിയാം ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നാണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ബൈ ചാൻസ് ആണ്. ഓക്കെ, അതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയും. സോ യുവർ ആൻസർ ഈസ് 2. അപ്പോൾ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരുന്നു. 2 ആണ് ലീഡ്സ് ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യന് വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇക്കോളജിയിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ദ ഇക്കോസിസ്റ്റത്തിനെ പഠിച്ചു. ഫങ്ഷൻസ് ഓഫ് ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി ഒന്നാമത്തെ, പിന്നെ പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷന്, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ്. അതിൽ ഒന്നാമത്തെ നമ്മൾ പ്രൊഡക്ടിവിറ്റി പഠിച്ചു. പ്രൊഡക്ടിവിറ്റി ദാറ്റ് ഈസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ദാറ്റ് ഈസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് net primary productivity അല്ലേ? GPP that is the gross primary productivity, that is amount of energy produced at producer level, that is G. Then minus R is equal to NPP. Say R, that is respiratory loss ആണ്. respiratory loss ആണ് നമ്മുടെ R എന്ന് പറയുന്നു.
എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, റേഡിയൻ എനർജി, റിട്ടാർഡേഷൻ ഫാക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾക്കറിയാം റെപ്രസെൻറ്റ് NCERTയിലെ വാക്കാണ് റെപ്രസെൻറ്റ്സ്, ദറ്റ് ഈസ് റെസ്പിറേഷൻ ലോസ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റാക്കിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മിക്കവാറും എല്ലാവരുടെയും ആൻസർ കറക്റ്റാണ്. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് കുട്ടികൾ വന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ എല്ലാം കറക്റ്റാണെന്നാണ് പറഞ്ഞത്. അതെ, റെസ്പിറേറ്ററി ലോസ് ആണ്. ഓക്കെ, then again നമ്മുടെ സെൽ ഡിവിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. then in which of the following stages of meiosis involves division of centromere? മിയോസിസിലെ എപ്പോഴാണ് സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നത്? അനാഫേസ് 1-ലാണോ അനാഫേസ് 2-ലാണോ? അപ്പോൾ അവിടെയാണ് സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നത് പറയാം അല്ലേ. അപ്പോൾ അനാഫേസ് 1-ൽ സെൻട്രോമിയർ ഈസ് നോട്ട് ഡിവൈഡ്. ഇവിടെ അനാഫേസ് 1 ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ തെറ്റത്തില്ല. മെറ്റാഫേസ് 1 അല്ല, മെറ്റാഫേസ് 2 അല്ല, ടീലോഫേസ് 2 അല്ല. പിന്നെ അനാഫേസ് 1-ലാണെങ്കിൽ ദറ്റ് ഈസ് ഹോമോലോഗസ് ക്രോമസോം മൂവ്സ് ദ പോളാർ റീജിയനിൽ ആക്ച്വൽ റിഡക്ഷൻ ക്രോമസോം നമ്പർ ടേക്സ് പ്ലേസ് ഇൻ അനാഫേസ് 1 ഇല്ലേ എന്നാണ് പഠിച്ചേക്കുന്നത്. പക്ഷേ അനാഫേസ് 2-ലാണ് സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നു. ക്രൊമാറ്റിഡ് സെപ്പറേഷൻ നടക്കുന്ന അനാഫേസ് 2-ലാണ് മിയോസിസിൽ അല്ലേ. അനാഫേസ് 2-ലാണ് നമ്മുടെ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്ത് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം അനാഫേസ് 2 ആണ് നിങ്ങളുടെ ആൻസർ. എല്ലാവരും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റാക്കിയില്ലേ? എല്ലാവരും കറക്റ്റാക്കിയില്ലേ? യെസ്, നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്. അനാഫേസ് 2 ഈസ് യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് സെൽ ഡിവിഷനിൽ നിന്നുള്ള നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഓക്കെ, വീണ്ടും നമുക്ക് സൈറ്റോളജിയുടെ ക്വസ്റ്റ്യനാണ്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്ന് ക്വസ്റ്റ്യനാണ് വന്നത് ഇല്ലേ. നമ്മൾ നോക്കിക്കേ. അപ്പം മാച്ച് ദ കോളം നമുക്ക് വീണ്ടും വന്നു. അതൊന്ന് മാച്ച് ചെയ്തേ എല്ലാവരും. നിങ്ങൾ എങ്ങനെയാണോ എൻട്രൻസ് എക്സാമിനേഷനിൽ മാച്ച് ചെയ്തത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. എ എന്നുള്ളത് ക്രിസ്റ്റേ എന്നാണ് നമ്മൾ പഠിച്ചത്. ക്രിസ്റ്റേ എന്ന വാക്ക് നമ്മൾ ഇവിടെ പഠിച്ചത്. ദറ്റ് ഈസ് ക്രിസ്റ്റേ എന്ന വാക്ക് മൈറ്റോകോൺട്രിയയിൽ നമ്മൾ പഠിച്ചു അല്ലേ. മൈറ്റോകോൺട്രിയയുടെ ഇൻഫോൾഡിങ്സിനെയാണ് നമ്മൾ ദ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പഠിച്ചു. മൈറ്റോകോൺട്രിയ ഇൻഫോൾഡിങ്സിന് നമ്മൾ ക്രിസ്റ്റേ എന്ന വാക്കാണ്. അതിലാണ് എലിമെൻ്ററി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓക്സിസോംസ് ഒക്കെ ഉള്ളത്. അപ്പം ഒന്നാമത്തെ എ എന്നുള്ളത് നമുക്ക് ഈസിയായി കിട്ടി, ഇൻഫോൾഡിങ്സ് ഓഫ് മൈറ്റോകോൺട്രിയ. അപ്പോൾ A3 ഓപ്ഷൻ. A3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിക്കേ. ഇത്ര ഈസിയായി നിങ്ങൾക്ക് ഒരിക്കലും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നോക്കിക്കേ, എ എന്നുള്ളത് 3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ ഒരേ ഒരു ഓപ്ഷൻ അതാ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ഒന്നിലേക്ക് തന്നെ നോക്കി. ഇനി വേണം നമുക്ക് നോക്കാൻ. നമുക്ക് ബി തൈലക്കോയിഡാണ്. ബി എന്നുള്ളത് തൈലക്കോയിഡാണ്. തൈലക്കോയിഡ് ഫ്ലാറ്റൻഡ് മെംബ്രെയിന് സാക്സ് ഇൻ സ്ട്രോമ ഓഫ് പ്ലാസ്റ്റിഡ്സ് ആണ്. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിലാണ് നമ്മൾ തൈലക്കോയിഡ് കണ്ടു. തൈലക്കോയിഡ് സെൻട്രോമിയർ. സെൻട്രോമിയർ നമ്മൾ ദറ്റ് ഈസ് സെൻട്രോമിയർ. എന്താണ് സെൻട്രോമിയർ? സെൻട്രോമിയർ പ്രൈമറി കൺസ്ട്രക്ഷൻ ഇൻ ക്രോമസോം അല്ലേ. പ്രൈമറി കൺസ്ട്രക്ഷൻ ഇൻ ക്രോമസോം വന്നു. ദെൻ സിസ്റ്റർനെ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. സിസ്റ്റർനെ ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഇൻ ഗോൾഗി അപ്പാരറ്റസിൽ. നമ്മൾ ഗോൾഗി അപ്പാരറ്റസിൽ നമ്മൾ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലേ. പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് സിസ്റ്റർനെ എന്ന് പറയുന്നത്. സിസ്റ്റർനെ ആർ ദ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറാണ് സിസ്റ്റർനെ അല്ലേ. അതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. 3 to 7 ഇൻ ആനിമൽസ് ആൻഡ് മോർ ദാൻ 7 ഓർ അബൌട്ട് 20 ഇൻ പ്ലാന്റ്സ് എന്നൊക്കെ പഠിച്ചു. നമ്പർ ഓഫ് സിസ്റ്ററിനെ വേരീസ്. അപ്പോൾ അതിൻ്റെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനെ കുറിച്ച് 2 മെംബ്രെയിനും കണക്ട് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി ഒന്നാമത്തെ ഓപ്ഷൻ വെച്ച് തന്നെ ആൻസർ കണ്ടെത്താം. സോ ഓപ്ഷൻ ഈസ് 1. ദ ഫസ്റ്റ് ഓപ്ഷനാണ് ഈസിയായി ക്വസ്റ്റ്യനായി കണ്ടുപിടിച്ചു. ഓക്കെ കുഞ്ഞുങ്ങളെ. ദെൻ വീണ്ടും നമ്മൾ when gene targeting involving gene amplification is attempted in individual tissue to treat disease ആണ്. ഡിസീസ് ആണ് നമ്മൾ എന്താ പഠിച്ച്? ഡിസീസ് ഓൾറെഡി നമുക്ക് ഡിസ്കസ് ചെയ്ത പാർട്ടാണത്. ക്വസ്റ്റിന് മോളിക്കുലാർ ജനോസിസ്, അതുപോലെ സേഫ്റ്റി ടെസ്റ്റിംഗ്, ബയോപൈറസി, ജീൻ തെറാപ്പി അല്ലേ. ടിഷ്യൂ ദ ഡിസീസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ദറ്റ് ഈസ് ജീൻ തെറാപ്പിയാണ്. ജീൻ തെറാപ്പി, ഹെറിഡ് ഡിസീസ്. നമ്മൾ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പഠിച്ചു. ADA ഡെഫിഷ്യൻസി ഒക്കെ പഠിച്ചതാണ് ക്ലാസ്സിൽ. ബയോടെക്നോളജി നമ്മൾ പഠിച്ചു. ബയോപൈറസി നമ്മൾ പഠിച്ചു അല്ലേ. ബയോപൈറസി ഓഫ് നീം, ടർമറിക്ക്, ബസ്മതി റൈസ് ഇതൊക്കെ നമ്മൾ പഠിച്ചു. മൾട്ടിനാഷണൽ കമ്പനീസിനെ കുറിച്ചൊക്കെ പഠിച്ചു. പിന്നെ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് സേഫ്റ്റി ടോക്സിൻ ടെസ്റ്റിംഗ് ചെയ്യുന്നു പഠിച്ചു അല്ലേ. പിന്നെ മോളിക്കുലാർ ഡയഗ്നോസിസ് PCR ഒക്കെ ഉപയോഗിച്ചത് പഠിച്ചു. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻ എന്താ? ജീൻ തെറാപ്പി എന്ന 4th ഓപ്ഷനാണ് കറക്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്.
Then വീണ്ടും നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ദ സൈറ്റ് ഓഫ് പ്രിസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോ പീരിയോഡിസം ഈസ്. ഫോട്ടോ പീരിയോഡിസം പഠിച്ചിട്ടുണ്ട്. ഗാർണർ ആൻഡ് അലാർഡ് എന്ന സയൻറ്റിസ്റ്റ് ഫോട്ടോ പീരിയോഡിക് റെസ്പോൺസ്, ലോങ് ഡേ പ്ലാന്റ്, ഷോർട്ട് ഡേ പ്ലാന്റ്, ഡേ ന്യൂട്രൽ പ്ലാന്റ് എന്ന് പഠിച്ചു അല്ലേ. ദ ലൈറ്റ് ഇൻഡക്ഷൻ ദറ്റ് ഈസ് ഓൺ ലീഫ് അല്ലേ, ആ ലീഫിലാണ് ആ ഫോട്ടോ പീരിയോഡിക് റെസ്പോൺസ്. നമ്മൾ ഫ്ലോറിജിൻ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചു. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ആക്സിലറി ബഡ്, ദെൻ ആക്സിലറി ബഡ് മോഡിഫൈഡ് ഇൻ ടു ഫ്ലവർ ബഡ് എന്ന് പഠിച്ചു. അപ്പോൾ ഇലയിലാണ് ദറ്റ് ഈസ് സൈറ്റ് ഓഫ് പ്രിസെപ്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോ പീരിയോഡിസം മെക്കാനിസം ദറ്റ് ഈസ് എഫക്റ്റ് ഓൺ ലീഫിലാണ്. ലീഫിൽ നിന്നും അത് ആക്സിലറി ബഡിലേക്ക് അല്ലെങ്കിൽ ടെർമിനൽ ബഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും എന്നാണ് പഠിച്ചത്. സോ യുവർ ആൻസർ ഈസ് കറക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എൻ സി ആർ ടി ലൈനാണ്. എൻ സി ആർ ടി ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച കുട്ടികൾക്ക് അത് കറക്റ്റ് ആയിട്ടുണ്ട്. സോ ദ ലീഫ് ഈസ് ദ കറക്റ്റ് ആൻസർ. യുവർ ആൻസർ ഈസ് കറക്റ്റ്. Then which of the following statement is not correct? ഈ നോട്ട് വിട്ടു പോരുത്, നോട്ട് കറക്റ്റ് ആണ്. നോട്ട് കറക്റ്റ്. എക്കോളജിക്കൽ പിരമിഡ്സിനെ കുറിച്ച് പഠിച്ചു. എക്കോ സിസ്റ്റത്തിൽ നമ്മൾ എക്കോളജിക്കൽ പിരമിഡ്സ്, പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് ഒന്നാമത്തെ ദറ്റ് ഈസ് പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. അപ്പം നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. Pyramid of number in grassland ecosystem is upright. ഇല്ലേ, pyramid of number in grassland ecosystem is upright. നമ്മുടെ എൻ സി ആറിൻ്റെ ഫിഗർ നമ്മൾ നോക്കിയാൽ അറിയാം. ഫിഗർ നമുക്ക് ഈസിയായി നമുക്കറിയാം. ആ ഫിഗർ നമ്മൾ 14.4 ആണ് നമ്മുടെ ഫിഗർ. 14.4 ഫിഗറിൽ നമ്മൾ പടം കൊടുത്തിട്ടുണ്ട്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഈസ് ജനറലി ഇൻവേർട്ടഡ് എന്നാണ് കിടക്കുന്നത്. അവിടെ ഒരു ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ സി ആർ ടിയിൽ. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഈസ് ജനറലി അപ്രൈറ്റ് ആണ്. അതായത് ലോങ് ലീവ്ഡ് വൺ, ബയോമാസ് ഈസ് മോർ ഇൻ ലോങ് ലീവ്ഡ് വൺ എന്നുള്ള കൺസെപ്റ്റിലേക്ക്. ഫൈറ്റോ പ്ലാന്റൻസിൽ ഷോർട്ട് ലീവ്ഡ് ആണ്. അതിനേക്കാൾ കൂടുതലായി ലോങ് ലീവ്ഡ് ആയിട്ടുള്ള നമ്പർ, ഈവൻ ദോ ദ നമ്പർ ഈസ് ലെസ്, ബയോമാസ് ഈസ് ഹൈ ഇൻ ഫിഷസ് എന്ന് പഠിച്ചു. സോ അപ്പം പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് എന്നുള്ള വാക്ക് ശരിയാണോ? ഇൻവേർട്ടഡ് അല്ല, അതെന്താ അപ്രൈറ്റ് ആണ്. അപ്പോൾ അത് തെറ്റിപ്പോയി. സോ യുവർ ഓപ്ഷൻ ഈസ് 3 അല്ലേ. അപ്പം യുവർ ഓപ്ഷൻ ഈസ് 3 ആണ്. ഓക്കെ. ദെൻ വീണ്ടും നമ്മുടെ എക്കോളജിയിൽ ഇൻട്രാക്ഷൻ എന്ന പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ദറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻട്രാക്ഷനിൽ നമ്മൾ കമൻസാലിസവും അമെൻസാലിസവും കോമ്പറ്റീഷനും പ്രിഡേഷനും എങ്ങനെ ഒരുപാട് ഇൻട്രാക്ഷനെക്കുറിച്ച് പോസിറ്റീവ് ഇൻട്രാക്ഷനും നെഗറ്റീവ് ഇൻട്രാക്ഷനും ഉണ്ട്. ഇവിടെ അമെൻസാലിസം എന്ന വാക്കാണ്. അമെൻസാലിസം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഓർഗാനിസം ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. വൺ സ്പീഷീസ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് അതർ സ്പീഷീസ് ബൈ സെക്രീറ്റിംഗ് സർട്ടൻ കെമിക്കൽസ് ഒക്കെ സെക്രീറ്റ് ചെയ്ത്, അതാണ് നമ്മൾ അമെൻസാലിസമായി പഠിച്ചത്. ഒരു ഇൻട്രാക്ഷനാണ്. അപ്പോൾ സ്പീഷീസ് എ ആൻഡ് സ്പീഷീസ് ബി എന്നുള്ള ആ ഇൻട്രാക്ഷനിൽ സ്പീഷീസ് എ ദറ്റ് ഈസ് ഓപ്ഷൻ ഈസ് 3, സ്പീഷീസ് എ ആൻഡ് സ്പീഷീസ് ബി ദറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ അവിടെ കാണാം അല്ലേ. ദറ്റ് ഈസ് അമെൻസാലിസം. ഒന്നാമത്തെ നമ്മളറിയാം ദറ്റ് ഈസ് എ എന്താണെന്ന് നോക്കിക്കേ. ദറ്റ് ഈസ് കോമ്പറ്റീഷനാണ്. രണ്ടിനും ഹാംഫുൾ ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ സെക്കൻഡ് വൺ കമൻസാലിസമാണ്. സെക്കൻഡ് വൺ കമൻസാലിസം. ദെൻ ദ ഫോർത്ത് വൺ മ്യൂച്വാലിസം. മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. സിംബയോട്ടിക് ഒക്കെ അവിടെ പഠിച്ചതാണ്. മ്യൂച്വാലിസത്തിലേക്ക് വന്നു. ദറ്റ് ഈസ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ മ്യൂച്വാലിസം. സോ യുവർ കറക്റ്റ് ആൻസർ ഈസ് 3 ആണ്, അമെൻസാലിസം അല്ലേ. അമെൻസാലിസം. ദെൻ the production of gametes by the parents, formation of zygotes, the F1 and F2 plant. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണതും നിങ്ങൾ ഈസിയായി ചെയ്തു. അവിടെ നമുക്ക് ഒരേ ഒരു കാര്യമായി പഠിച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് യുവർ ആൻസർ ഈസ് പുന്നറ്റ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അത് പഠിച്ച് നിങ്ങൾ പുന്നറ്റ് സ്ക്വയർ വെച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസിയായി അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ വീണ്ടും നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗെ പ്രൊഡ്യൂസ് കരാജിൻ. കരാജിൻ നമ്മൾ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കരാജിനും ആൽജിനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. കരാജിൻ ഈസ് ഫ്രം ആൽഗെ കോൾഡ് കോൺട്രസ് ക്രിസ്പസ് എന്ന ആൽഗെ. ഐറിഷ് മോസ് എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കോൺട്രസ് എന്ന ആൽഗയാണ്. അപ്പോൾ കോൺട്രസ് കരാജിൻ ഈസ് ഒപ്റ്റെയിൻ ഫ്രം ഏത് ആൽഗയിൽ നിന്നാണ്? കരാജിൻ ഈസ് ഒപ്റ്റെയിൻ ഫ്രം റെഡ് ആൽഗെ. റെഡ് ആൽഗയാണ് കോൺട്രസ് എന്ന് പറയുന്നത്. ആൽജിൻ ഫ്രം ബ്രൗൺ ആൽഗെ, കരാജിൻ ഫ്രം റെഡ് ആൽഗെ. രണ്ടും ഹൈഡ്രോകൊളോയിഡാണ്. കരാജിനും ആൽജിനും ഹൈഡ്രോകൊളോയിഡാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ റെഡ് ആൽഗെ ഈസ് യുവർ ആൻസർ. യുവർ ആൻസർ ഈസ് റെഡ് ആൽഗെ. ഓക്കെ മക്കളെ, ഈസി അല്ലേ? ദെൻ
വെൻ നമ്മുടെ ക്രോമസോമിൻ്റെ ഷേപ്പ് എന്ന് പഠിച്ചിട്ടുണ്ട്. അനാഫേസിൽ നമ്മൾ ക്രോമസോമിൻ്റെ ഷേപ്പ് ഈസിയായി വിസിബിൾ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വി ഷേപ്ഡ്, എൽ ഷേപ്ഡ്, ജെ ഷേപ്ഡ്, ഐ ഷേപ്ഡ് എന്നൊക്കെ വരച്ച് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് അപ്പം മെറ്റാസെൻട്രിക് ക്രോമസോം, സെൻട്രോമർ ഈസ് സിറ്റുവേറ്റ് അറ്റ് മിഡിൽ അല്ലേ. മിഡിലാണെങ്കിൽ ടൗ ആംസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, അതിനെ നമ്മൾ മെറ്റാസെൻട്രിക് എന്നാണ് പഠിച്ചത്. അതായത് സെൻട്രോമർ ഇവിടെ വരും, 2 ആമും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള 2 ആമാണ് മെറ്റാസെൻട്രിക് എന്ന് പറയും. സോ ഈസി ക്വസ്റ്റ്യനാണ് നിങ്ങൾക്കിത്. എല്ലാവരുടെയും ആൻസർ കറക്റ്റാണ്. നമ്മുടെ ആൽഫയിലെ മിടുക്കന്മാരും മിടുക്കലുമായ എല്ലാ കുട്ടികളുടെയും ആൻസർ മെറ്റാസെൻട്രിക് ആണ്, കറക്റ്റാണ്. പിന്നെ സബ് മെറ്റാസെൻട്രിക്കും അക്രോസെൻട്രിക്കും ടെർമിനൽ സെൻട്രോമർ ടീലോസെൻട്രിക്കും എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്ര ഈസിയായ ക്വസ്റ്റ്യനാണത് മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് മാച്ച് ദ കോളത്തിലേക്ക് വന്നു. നമ്മൾ സ്ട്രാറ്റജീസ് എന്ന പാർട്ടിൽ നിന്നാണ് മാച്ച് ദ കോളം വന്നിരിക്കുന്നത് നോക്കാം. സ്ട്രാറ്റജീസിൽ നമുക്ക് കണ്ടുവരിക 2 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് സ്ട്രാറ്റജീസിൽ നിന്നും. അതിലൊരു ക്വസ്റ്റ്യനാണിത്, പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ ക്ലോണൽ വേരിയേഷനും സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനും ഒക്കെ പഠിച്ചു. അവിടെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, വെൻ സെക്ഷുവൽ ഹൈബ്രിഡൈസേഷൻ ഈസ് ഫെയിൽ ഇൻ സം പ്ലാന്റ്സ് വി ക്യാൻ ഫ്യൂസ് ടു പ്രോട്ടോപ്ലാസ്റ്റ്, ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ ഫ്യൂഷൻ അല്ലേ. അവിടെ നമ്മൾ പഠിച്ചു. അതിലാണ് നമ്മൾ പൊമാറ്റോ എന്ന് കണ്ടു. പൊട്ടറ്റോയും ടൊമാറ്റോയും അപ്പർ പാർട്ട്, ടൊമാറ്റോയും ലോവർ പാർട്ട് പൊട്ടറ്റോവുമായിട്ടുള്ള ഒരു പടമൊക്കെ ഞാൻ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. ക്ലാസ്സിൽ ഇൻറ്റിഗ്രൽ സ്കൂളിലെ ക്ലാസ്സിലൊക്കെ അത് കാണിച്ചിരുന്നു, പടം കാണിച്ചിരുന്നു. ടൊമാറ്റോയുടെയും പൊട്ടറ്റോയും ഒരേ ചെടിയിൽ തന്നെ. അപ്പം ചോദിച്ചു നമുക്കിനി നട്ടാൽ എന്താ എന്ന് ചോദിച്ചില്ലേ നിങ്ങൾ. അപ്പോൾ അതാണ് നമ്മുടെ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷന് ദാറ്റ് ഈസ് നമുക്ക് പൊമാറ്റോ, ഫസ്റ്റ് വൺ ദാറ്റ് ഈസ്. അപ്പം പൊമാറ്റോ എ എന്ന് പറയുന്നത് പൊമാറ്റോ A2 വരുന്നു. അപ്പോൾ A2 വരുന്ന എത്ര ഓപ്ഷനുണ്ട്? അയ്യോ, വീണ്ടും അത് ഒന്നേ ഉള്ളല്ലോ. എത്ര എളുപ്പമായിരുന്നു നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ. നോക്കിക്കേ, A2 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളൂ. സോ ബാക്കി ഒന്നും നോക്കിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആൻസർ കറക്റ്റായി. പിന്നെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ നമ്മുടെ ടോട്ടി പൊട്ടൻസി, അതിനെ ബേസ് ടിഷ്യൂ കൾച്ചർ ഹാബർലാൻഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. ടോട്ടി പൊട്ടൻസി, മെരിസ്റ്റം കൾച്ചർ, വൈറസ് ഫ്രീ പ്ലാന്റ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ മെരിസ്റ്റം കൾച്ചർ എന്ന് പഠിച്ചു. അതുപോലെ മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലേ, അത് നമ്മൾ സൊമാക്രോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് ഓപ്ഷനിലേക്ക് വന്നു. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ഫ്രം ദ വെരി ഫസ്റ്റ് വൺ. എ ഇറ്റ് സെൽഫ് മാച്ച് ചെയ്തു, ഒറ്റ ഒരു ഓപ്ഷനേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് വിത്തൗട്ട് എനി ഫർദർ thought you can directly go to the question. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കഴിഞ്ഞു. ഓക്കെ, വീണ്ടും നമുക്ക് മാച്ച് ദ കോളം കിട്ടി. വീണ്ടും നമ്മൾ മാച്ച് ദ കോളം ലെൻറ്റിസ് സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനാറ്റമി എന്ന അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. നമ്മൾ ഗേഷ്യസ് എക്സ്ചേഞ്ചിങ് പോഴ്സ് ആയിട്ട് നമ്മൾ ലെൻറ്റിസ് സെൽസ് പഠിച്ചു അല്ലേ. പെരിഡേം ഫോർമേഷനിൽ ഫെല്ലത്തിൽ സം ലൂസ്ലി പാക്ഡ് പാരൻകൈമ സെൽസ് അവിടെ ഡെവലപ്പ് ചെയ്തു ലെൻറ്റിസ് സെൽസ്. അപ്പോൾ ലെൻറ്റിസ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? ഒരേ ഒരു ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് ലെൻറ്റിസ് സെൽസ്, ദാറ്റ് ഈസ് എ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എ എന്നുള്ളത് 3, A3 വന്നു ലെൻറ്റിസ് സെൽസിൻ്റെ ഫംഗ്ഷനിൽ A3. അപ്പോൾ A3 വരുന്ന എത്ര ഓപ്ഷനുണ്ട്? എന്താണ് ഇങ്ങനെ ഈസിയായ ക്വസ്റ്റ്യൻ നിന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാകും. A3 വരുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, ഡി ഓപ്ഷൻ. നിങ്ങൾക്ക് എ മാത്രം വെച്ച് ആൻസർ ചെയ്തു. ലെൻറ്റിസ് സെല്ലിൻ്റെ ഫംഗ്ഷൻ അറിയാത്ത ഒരു കുട്ടിയും ക്ലാസ്സിൽ ഉണ്ടാകില്ല. അപ്പോൾ അവർക്കെല്ലാം എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് 3 ഓപ്ഷൻ. പിന്നെ നമുക്ക് കോർക്ക് കേമ്പിയം അല്ലേ, ഫെലോജൻ അല്ലെങ്കിൽ കോർക്ക് കേമ്പിയം എന്നറിയാം. ഫെലോജൻ്റെ വേറൊരു പേരാണ് കോർക്ക് കേമ്പിയം. ദെൻ സ്യൂബറിൻ ഡിപ്പോസിഷൻ. പിന്നെ നമ്മൾ സെക്കൻഡറി കോർട്ടക്സ് ഉണ്ട്, കോർക്കുണ്ട്. അപ്പം സെക്കൻഡറി കോർട്ടക്സ് ഫെല്ലോഡേം. സെക്കൻഡറി കോർട്ടക്സ് എന്ന് പറയുന്നത് ഫെല്ലോഡേം ആണ്. കോർക്ക് സ്യൂബറൈസ്ഡ് ആയിട്ടുള്ള ഗേഷ്യസ് ദാറ്റ് ഈസ് ഇംപെർമിബിൾ ടു ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് സ്യൂബറിൻ ഡിപ്പോസിഷൻ. കോർക്ക് ഡെഡ് സെൽസ് ആണ് എന്നറിയാം. അതും അനാറ്റമിയിൽ ഈസി ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൾ ഓഫ് യു മൈറ്റ് ഹാഡ് കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ആൻസർ എല്ലാം ശരിയല്ലേ? 100% ശരിയല്ലേ? ഒന്നുകൂടെ ഓർത്ത് നോക്കി, എല്ലാം ശരിയാണ്. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ശരിയല്ലേ? അപ്പോൾ നമ്മൾ 10-20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതെല്ലാം ശരിയാണ്.
Then during the purification process for recombinant DNA technology, അപ്പോൾ ചിൽഡ് എഥനോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ചിൽഡ് എഥനോൾ ആഡ് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ കാണിച്ചിട്ടുണ്ടാകാം, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് ക്ലാസ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അല്ലെ പണ്ട് കാണിച്ചിട്ടുണ്ട്. ചിൽഡ് എഥനോൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ DNA ഇങ്ങനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, അല്ലേ? DNA പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. DNA അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫിഗർ നമ്മുടെ 11.5 NCERT 11.5 ഫിഗറിൽ ഒരു ഡയഗ്രവും കൊടുത്തിട്ടുണ്ട്, അത് പ്രിസിപ്പിറ്റേഷൻ ഓഫ് DNA. അപ്പം DNA ഈസ് precipitated, അല്ലേ? അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിലീവ് ചെയ്താണ്. അപ്പോൾ ആദ്യം നമ്മൾ സെൽ വാൾ എല്ലാം ഡിസോൾവ് ചെയ്തു, പല എൻസൈംസ് നമ്മൾ ഉപയോഗിച്ചു. ദെൻ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പ്രത്യേക എൻസൈംസ് ഉപയോഗിച്ച് നമ്മളതെല്ലാം, അല്ലേ, എല്ലാം RNAസും പ്രോട്ടിയേസസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്തു. അതിലേക്ക് ചിൽഡ് എഥനോൾ ഒഴിക്കുമ്പോൾ നമുക്ക് DNA കിട്ടുന്നു. ഓക്കെ, യുവർ ആൻസർ ഈസ് കറക്റ്റ്, 100% ശരിയാണ്. ദെൻ വീണ്ടും നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ അതായത് പ്ലാൻ ഗ്രോത്ത് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്, ഫിഗർ ഉൾപ്പെടെ പഠിച്ചതാണ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഫോളോ ഡിഫറെൻറ്റ് പാത്വേ റെസ്പോൺസ് ടു എൻവയോൺമെൻറ്റ് ഓഫ് ഫേസസ് ഓഫ് ലൈഫ് ഫോം. എന്താ പഠിച്ച വാക്ക്? നമ്മൾ പഠിച്ചു പ്ലാസ്റ്റിസിറ്റി എന്നാ പഠിച്ചത്. ഫിനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഹെട്രോഫില്ലിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഹെട്രോഫില്ലി നമ്മൾ അതിൻ്റെ പടമൊക്കെ കൊടുത്തു, അവിടെ പ്ലാസ്റ്റിസിറ്റി എന്ന വാക്ക് പഠിച്ചു. സോ യുവർ ആൻസർ എന്താ? പ്ലാസ്റ്റിസിറ്റി. നമ്മൾ ലാർക്സ്പറിൻ്റെയും, അല്ലേ, ബട്ടർകപ്പിൻ്റെയും ഒക്കെ പടമൊക്കെ കൊടുത്തിട്ട് ആ ഭാഗം നിങ്ങൾ ഓർത്ത് നോക്കുകയും അവിടെ നമ്മൾ ഈ വാക്കാണ് പഠിച്ചത്, പ്ലാസ്റ്റിസിറ്റി എന്ന വാക്കാണ്. സോ യുവർ ആൻസർ ഈസ് കറക്റ്റ്, അല്ലേ? നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്. ദെൻ വീണ്ടും നമ്മൾ പഠിച്ച മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിരുന്നു പ്ലാൻ കിങ്ഡം. പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹോമോസ്പോറസ്. നമ്മൾ പഠിച്ചു പ്ലാൻ കിങ്ഡത്തിലുമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റീപ്രൊഡക്ഷനിലുമൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ വന്നിട്ടുണ്ട്, അല്ലേ? റീപ്രൊഡക്ഷനിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഹോമോസ്പോറസും ഹെട്രോസ്പോറസും ഒക്കെ വാക്കുകളൊക്കെ. അപ്പോൾ ഹോമോസ്പോറസ് ആൻഡ് ഹെട്രോസ്പോറസ് എന്ന വാക്ക്. ഹെട്രോസ്പോറസ് ജനറൽ ലൈക്ക് സെലാജിനില്ല സാൽവീനിയ. സെലാജിനില്ല ആൻഡ് സാൽവീനിയ ഷോ ഹെറ്ററോസ്പോറസ്. ഈ വാക്ക് ഓർത്തേക്ക്, ഹെറ്ററോസ്പോറസ്. ഇത് ഹെറ്ററോസോറസ് എന്നാണ്. സോറസ് അതായത് ഫോൺസിൻ്റെയൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചു, ലീഫിൻ്റെ അടിയിൽ ഇങ്ങനെ സോറസ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലേ? സോറസ്. അപ്പോൾ ഇവിടെ സ്പോറസ് ആണ്, ഹെറ്ററോസ്പോറസ്. 2 different types, മൈക്രോസ്പോറും മാക്രോസ്പോറും. ഹെട്രോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ് എന്നൊക്കെ പഠിച്ചു. ദ മൈക്രോസ്പോർ ഡെവലപ്സ് ഇൻറ്റു മെയിൽ ഗാമറ്റോഫൈറ്റ്, മെഗാസ്പോർ ഇൻറ്റു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയി. എംബ്രിയോ ഡെവലപ്മെൻറ്റ് വിത്തിൻ ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് എവല്യൂഷൻ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ആ NCERTയുടെ ആ ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലാൻ കിങ്ഡത്തിൽ. സോ യുവർ ആൻസർ ഈസ് കറക്റ്റ് ആണ്, ഹെട്രോസ്പോറസ് ആണ്. സാൽവീനിയ, സെലാജിനില്ല ആർ ഹെട്രോസ്പോറസ്. അതുപോലെ മൈറ്റ്സീലിയ, അസോളയൊക്കെ ഉണ്ട് ഹെട്രോസ്പോറസ്. NCERT 2 ഉള്ളൂ, സെലാജിനില്ല, സാൽവീനിയ. യുവർ ആൻസർ കറക്റ്റ്. യെസ്, എല്ലാം കറക്റ്റ് അല്ലേ? യെസ്, എല്ലാവരുടെയും കറക്റ്റാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ഈസ് മൊണേഷ്യസ്? അപ്പോൾ നിങ്ങൾ ഒരു ഫിഗറൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കും, ഈ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്നു. ഫിഗർ 1.6 നമ്മുടെ സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്ററിൽ റീപ്രൊഡക്ഷൻ ഓർഗാനിസം എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഫിഗർ 1.6 ഫിഗറിൽ നിങ്ങൾ കുറേ പടം, മാർക്കാൻഷ്യയുടെ പടമുണ്ട്, കാരയുടെ പടമുണ്ട്, ഇല്ലേ? അങ്ങനെ കുറേ ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മൊണേഷ്യസ് അതായത് മെയിലും ഫീമെയിലും ഒരേ പ്ലാന്റിൽ ഉണ്ട്. ദാറ്റ് ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് ബോഡിയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ബോഡിയും. നമ്മൾ കണ്ടത് പടവേദ കാരയിൽ ഇങ്ങനെ പഠിച്ചു, അല്ലേ? ഇവിടെ ഫീമെയിൽ ആയിട്ടുള്ള ബോഡിയും ഇവിടെ ഇങ്ങനെ മെയിലായിട്ടുള്ള മറ്റൊന്നും. ഇതിന് നമ്മൾ ഊഗോണിയം, ഇത് ആന്ത്രീഡിയം. ഇത് ഫീമെയിലാണ് ഊഗോണിയം, നമ്മൾ താഴെന്നാണ് പഠിച്ചത്. ആന്ത്രീഡിയം ബിലോ ആൻഡ് ഊഗോണിയം എബോവ് ഇൻ കാര, അല്ലേ? കാരക്ക പപ്പായ ഡയേഷ്യസ് ആണ്, സൈക്കസ് ഡയേഷ്യസ് ആണ്. മാർക്കാൻഷ്യ അവിടെ നമ്മൾ പടമുണ്ട്, മാർക്കാൻഷ്യ പടമുണ്ട്. ആന്ത്രീഡിയോ 4 ഉണ്ട്, ആർക്കിഗോണിയോ 4 ഇൻ ഡിഫറെൻറ്റ് താലസ്. അപ്പോൾ ഡയേഷ്യസ് ആണ്, മൊണേഷ്യസ് ആയിട്ടുള്ള കാര മാത്രമേ ഉള്ളൂ. സോ യുവർ ആൻസർ ഈസ് 100% കറക്റ്റ്. ഓക്കെ. Then mutation plant cell can be induced by mutation. നമ്മൾ കണ്ടിട്ടുണ്ട് മ്യൂട്ടേഷൻ, നമ്മൾ മ്യൂട്ടേജൻസ് ഉപയോഗിക്കണം. ഫിസിക്കൽ മ്യൂട്ടേജൻസ് ഉണ്ട്, കെമിക്കൽ മ്യൂട്ടേജൻസ് ഉണ്ട്. ഫിസിക്കൽ മ്യൂട്ടേജൻസ് ആണ് എക്സ്റേസ്, ഗാമാ റേസ് ആൻഡ് ഓൾ. അപ്പോൾ ഇവിടെ എക്സ്റേ ഇല്ല, ഗാമാ റേസ് ഇസ് എ ഫിസിക്കൽ മ്യൂട്ടേജൻറ്റ് ആണ്. കെമിക്കൽ പഠിച്ചിട്ടുണ്ട്, EMS മുതലായ കെമിക്കൽ മ്യൂട്ടേജൻസിനെ കുറിച്ചും പഠിച്ചു. സിയാറ്റിനും കൈനറ്റിനും ഒക്കെ സൈറ്റോകൈൻസ് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്, ഇൻഡ്യൂസ്ഡ് ബൈ ഗാമാ റേസ്. നമ്മൾ സ്ട്രാറ്റജീസ് നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, മ്യൂട്ടേഷൻ, ഗാമാ റേസ്. ഓക്കെ. ദെൻ
which of the following are not secondary metabolite in plants? നിങ്ങളുടെ ബുക്കിൽ നിങ്ങളുടെ അത് ക്വസ്റ്റ്യൻ നമ്മുടെ is from the സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനാണ്. ഒരു ചാപ്റ്ററിൻ്റെ ഒരു ടേബിളുണ്ട് 9.3 എന്ന ടേബിളിൽ ഇതെല്ലാം കിടപ്പുണ്ട്. വിൻ ബ്ലാസ്റ്റിനും ക്യുമിനിനും റബ്ബറും ഗംസും എല്ലാം കിടപ്പുണ്ട്. അപ്പം വിൻ ബ്ലാസ്റ്റിൻ ക്യുമിനിൻ അതെല്ലാം ഡ്രഗ്സ് ആണെന്നറിയാം. റബ്ബറും ഗംസും ഒക്കെ പോളിമറിക് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ മോർഫിന് കോഡിന് ആൽക്കലോയിഡ്സ് ആണ്. പിന്നെ അമിനോ ആസിഡ്സ് ആൻഡ് ഗ്ലൂക്കോസ് ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്, which are not the secondary metabolite. So your answer is 4 amino acids and glucose. ആ ചാർട്ടൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുമായിരിക്കാം അല്ലേ. Then next ക്വസ്റ്റ്യനിലേക്ക് വരാം. In spite of interspecific competition in nature, which mechanism of competing species might have evolved their survival? അല്ലേ. അപ്പം അതായത് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. റിസോഴ്സ് പാർട്ടീഷനിങ്, റിസോഴ്സ് പാർട്ടീഷൻ ഇവോൾവ് മെക്കാനിസം ടു കോ എക്സിസ്റ്റ് ആണ്. വംശനായി സംഭവിക്കാതെ കോ എക്സിസ്റ്റൻസിന് വേണ്ടി റിസോഴ്സുകൾ നമ്മൾ പാർട്ടീഷൻ, മാക്കാദറിൻ്റെ കൺസെപ്റ്റും അല്ലേ. 5 വാർബ്ലർ, 5 ചെറിയ കുരുവികൾ ഒരേ മരത്തിൽ ജീവിച്ച കഥകളൊക്കെ പഠിച്ച് ക്ലാസ്സിൽ ഇല്ലേ. അപ്പോൾ റിസോഴ്സ് പാർട്ടീഷനിങ് ആണ് ഹൗ ഓർഗാനിസം ക്യാൻ അവോയ്ഡ് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്നുള്ളത്. മ്യൂച്വാലിസം, പ്രഡേഷൻ, കോമ്പറ്റീവ് റിലീസൊക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ്. ഇതെല്ലാം അവിടെ വന്നു. സോ യുവർ ആൻസർ ഈസ് റിസോഴ്സ് പാർട്ടീഷനിങ്. Then which of the following algae contain mannitol? അപ്പോൾ algae have been classified based on എന്ന് പഠിച്ചത് ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് that is പിഗ്മെൻറ്റും, രണ്ടാമത്തെ സ്റ്റോർഡ് ഫുഡുമാണ്. സ്റ്റോർഡ് ഫുഡ് മാനിറ്റോൾ ആൻഡ് ലാമിനേരിയൻ സ്റ്റാർച്ച്. ഏതിലാണ് പഠിച്ചത്? മാനിറ്റോൾ ആൻഡ് ലാമിനേരിയൻ സ്റ്റാർച്ച് ഇൻ ബ്രൗൺ ആൽഗെ. അപ്പോൾ ബ്രൗൺ ആൽഗയിൽ മാനിറ്റോൾ ആൻഡ് ലാമിനേരിയൻ സ്റ്റാർച്ച് പഠിച്ചു. അപ്പം ഏതാണ് ബ്രൗൺ ആൽഗെ? ഓൾ വോക്സ് നിങ്ങൾക്കറിയാം. ഗ്രീൻ ആൽഗെയാണ്. റോളിംഗ് ആൽഗെ പടമുണ്ട്. യൂളോത്രിക്സിൻ്റെ പടമുണ്ട് പുതിയ NCERT-ൽ, അതും ഗ്രീൻ ആൽഗയിലാണ് അല്ലേ. ഗ്രാസിലേറിയ, ജലീഡിയം ഗ്രാസിലേറിയ നമുക്കറിയാം റെഡ് ആൽഗയാണ്. പിന്നെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബ്രൗൺ ആൽഗയാണ് എക്ടോകാർപ്പസ് അല്ലേ. എക്ടോകാർപ്പസ് ഈസ് എ ഫിലമെൻറ്റസ് ബ്രൗൺ ആൽഗെ. അപ്പോൾ ഏതാണോ ബ്രൗൺ ആൽഗെ അതിലാണ് മാനിറ്റോൾ ആസ് എ റിസർവ് ഫുഡ് എന്നുള്ളത്. അപ്പോൾ യുവർ ആൻസർ ഈസ് എക്ടോകാർപ്പസ് ഈസ് യുവർ കറക്റ്റ് ആൻസർ ആണ് എക്ടോകാർപ്പസ്. ഓക്കെ, എക്ടോകാർപ്പസ്. ദെൻ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നിന്നാണ്. ടേം യൂസ്ഡ് ടു ആൻസർ പോളൻ ഗ്രെയിൻസ് ഫ്രം പ്ലാന്റ് one plant to another plant, stigma of another plant അല്ലേ. ട്രൂ ക്രോസ് പോളിനേഷൻ ആണ്. ട്രൂ ക്രോസ് പോളിനേഷൻ ദാറ്റ് ഈസ് കോൾഡ് സീനോഗമി. ദാറ്റ് ഈസ് ഈസി അല്ലേ ക്വസ്റ്റ്യന്? എല്ലാവരും ശരിയാക്കിയില്ലേ? സീനോഗമി ദാറ്റ് ഈസ് എ ട്രൂ ക്രോസ് പോളിനേഷൻ ആണ്. റിമെയിൻ ഓപ്പൺ ആണ്. ചാസ്മോഗമി എന്താ? ഫ്ലവേഴ്സ് റിമെയിൻ ഓപ്പൺ. ക്ലിസ്റ്റോഗമി അൺഓപ്പൺ. കൊമലീന, വയോള ഒക്കെ പഠിച്ചു. കോമൺ പാൻസിനൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലിസ്റ്റോഗമി. ജിറ്റിനോഗമി ട്രാൻസ്ഫർ ഓഫ് പോളൻ ടു വൺ flower to another flower but in same plant. It is physically crossed but genetically self ആണ്. കാരണം ഒരേ പ്ലാന്റിലാണ്. അവിടെ പോളിനേറ്റർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫങ്ഷണലി ക്രോസ്, ജനറ്റിക്കലി സെൽഫ് എന്ന് നമ്മൾ പഠിച്ചത്. ഫങ്ഷണലി ക്രോസ്. പക്ഷേ ഇത് ഫങ്ഷണലി ആൻഡ് ജനറ്റിക്കലി ക്രോസ്, ട്രൂ ക്രോസ് പോളിനേഷൻ ആണ് നമ്മുടെ സീനോഗമി എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ. വീണ്ടും നമ്മൾ മോർഫോളജി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതുള്ളത്. Diadelphous stamens are found in monadelphous-ഉം diadelphous-ഉം. Diadelphous that is നമുക്കറിയാം 9+1 അറേഞ്ച്മെൻ്റ് ആണ്. ഫാബേസിൽ ഇവിടെ ഫാബേസി ഏതാ? പി. ചൈന റോസ് മോണഡൽഫസ് ആണ്. സിട്രസ് പോളി അഡൽഫസിന് എക്സാമ്പിൾ ആയിട്ടാണ്. മെനി ബഞ്ചസ് ആണ് പോളി അഡൽഫസ്. എക്സാമ്പിൾ സിട്രസ് ആണ്. യുവർ ആൻസർ ഈസ് സോ പി ഈസ് ഡൈ അഡൽഫസ്. അപ്പോൾ ഇത് മോണഡൽഫസ്, ഇത് പോളി അഡൽഫസ്, ഇത് ഡൈ അഡൽഫസ്. 9+1 arrangement. Your answer is correct. Okay. The first stable product of CO2 fixation in sorghum, അപ്പോൾ നമ്മൾ പഠിച്ചു C3 pathwayയും C4 pathway. In order to overcome photorespiration, some of our tropical plants have adaptation
adaptation, they have crayons anatomy. നമ്മൾ sugar cane, sorghum, maize ഇതൊക്കെയാണ് crayons anatomy പഠിച്ചു. They have both C3 pathway and C4 pathway അല്ലേ. They have dimorphic chloroplast ഉണ്ട്, dimorphic chloroplast. അപ്പോൾ അവിടെ that is first cell product conversation in sorghum. sorghum എന്ന് പറയുന്ന ഒരു C4 പ്ലാന്റ് ആണ്, C4 ആസിഡ് ആണ്. C4 ആസിഡ് ഏതാ? ഇവിടെ സക്സിനിക് ആസിഡ് ഉണ്ട്, പൈരുവിക് ആസിഡ്, ഓക്സാലോ അസിറ്റിക് ആസിഡ് ഉണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് യുവർ OAA, ഓക്സാലോ അസിറ്റിക് ആസിഡ്. C4 ആസിഡ് ആണ് ഓക്സാലോ അസിറ്റിക് ആസിഡ് അല്ലേ. അപ്പം ഓക്സാലോ അസിറ്റിക് ആസിഡ് ഇനിഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ആണ് OAA എന്ന് പറയുന്നു. യുവർ ആൻസർ ഈസ് കറക്റ്റ്, ഓക്സാലോ അസിറ്റിക് ആസിഡ് ആണ്. C3 ആണെങ്കിൽ PGA ആണ്, 3PGA ഇൻ C3യിലാണ്, C3യിൽ. അപ്പോൾ ഇവിടെ C3യിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 135 DNA strand gel stained with ethidium bromide. നിങ്ങളുടെ ഫിഗർ നിങ്ങൾ നോക്കി, ഫിഗർ 11.3 അല്ലേ. അപ്പോൾ ആ 11.3യിൽ നമുക്കറിയാം കളർ തന്നെ NCERT കളർ നോക്കി. എന്ത് കളറാണ് NCERT കൊടുത്തിരിക്കുന്നത്? ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ്, ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ്. എല്ലാവരുടെയും ആൻസർ, ചോദിച്ചവരുടെ എല്ലാ ആൻസർ കറക്റ്റാണ് എന്ന് പറഞ്ഞു. ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ് ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അല്ലേ. ഇനി നമുക്ക് ബി പാർട്ടിലാണ്. Some members of which of the following pair families pollen grains retain viability? Pollen viability, sexual reproduction നമ്മൾ പഠിച്ചു, pollen viability അല്ലേ. Poaceae, that is pollen grass, pollen viability 30 minutes പഠിച്ചു. 4 അല്ലേ. അപ്പോൾ അവിടെ members pollen retain their viability 4 months. 4 months. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ 4 എഴുതുമ്പോൾ FOUR അല്ല, FOUR അല്ല നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞു FOR ഓർ സം, 4 അല്ലെങ്കിൽ സം എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ പ്രത്യേകം ഇപ്പോൾ എടുത്തു പറഞ്ഞ കാര്യമാണ് നിങ്ങളോട്. FOUR അല്ല, FOR 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 months എന്ന് പറഞ്ഞിരുന്നു, മാസങ്ങളോളം. ഏതൊക്കെയാ ഓപ്ഷൻ? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ റോസേസിയ ഉണ്ട്, ലെഗുമിനോസിയ ഉണ്ട്, സൊളനേസിയ ഉണ്ട്. ഇത് മൂന്നുമുണ്ട്, റോസേസിയ, സൊളനേസിയ, ലെഗുമിനേസിയ. പക്ഷേ ഓപ്ഷനിൽ ഇപ്പം ഇവിടെ സൊളനേസിയ ഉണ്ടെങ്കിലും പോയേസിയ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതല്ല. പിന്നെ നമുക്ക് ലെഗുമിനോസിയ, റോസേസിയ രണ്ടും കൂടെ വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ റോസേസിയയും ലെഗുമിനേസിയയും വരുന്ന ഓപ്ഷൻ ഇത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിച്ചില്ലല്ലോ, എല്ലാവരും കറക്റ്റ് ആക്കിയില്ലേ. അപ്പോൾ റോസേസിയ ആൻഡ് ലെഗുമിനോസിയ എന്ന ഓപ്ഷനാണ് മക്കളെ. അപ്പം നമ്മൾ ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റിനകത്തും നമ്മുടെ അതുപോലെ ക്ലാസ് ഡിസ്കഷൻ ക്വസ്റ്റിനകത്തും ഒക്കെ നമ്മൾ തന്നിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റിനും വളരെ ഈസിയായി നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റിനാണ്. ഓക്കെ, ദെൻ സെലക്ട് ദ കറക്റ്റ് പെയർ. അപ്പം നമ്മൾ കറക്റ്റ് പെയർ അനാറ്റമിയും ഇവിടെ നിന്നൊക്കെ നമുക്ക് അനാറ്റമിയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നോക്കി, ഒത്തിരി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണത്, നോക്കിയാലോ. അപ്പം ദറ്റ് ഈസ് സെൽ ഓഫ് മെഡുലറി റേസ്, കറക്റ്റ് പെയറാണ്. മെഡുലറി റേസ് ദാറ്റ് ഫോം പാർട്ട് ഓഫ് കമ്പിയൽ റിംഗ്, interfascicular cambium. Okay, interfascicular cambium. So cells of medullary race gives rise interfascicular cambium. Interfascicular cambium is secondary in origin from medullary race പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ഈസിയായി കണ്ടുപിടിക്കാം. പിന്നെ ബാക്കി നോക്കാം. ലൂസ് പാരങ്കേമ റപ്ചറിങ് ദി എപ്പിഡെർമിസ് ആൻഡ് ഫോമിങ് ലെൻസ് ഷേപ്ഡ് ഓപ്പണിങ്സ് ഓഫ് ബാർക്ക്. നമുക്ക് അവിടെ ലെൻറ്റിസ് സെൽസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ലാർജ് കളേർഡ് സെൽസ്, എംറ്റി സെൽസിൻ്റെ പേരെന്താ? സബ്സിഡറി സെൽസ് എന്നാണോ? അല്ല, ബുള്ളിഫോം സെൽസ് എന്നായിരുന്നു. മക്കളെ എല്ലാവരും കറക്റ്റാക്കി. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജെനറ്റിക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോഡിംഗ് സ്ട്രാൻഡ് ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് കോപ്പീഡ് ടു mRNA ആണോ? നോൺ കോഡിംഗ് എന്ന് നമ്മൾ പഠിച്ചത്. അവിടെ കോഡിംഗ് അല്ല, നോൺ കോഡിംഗ്. സ്പിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ്, ദറ്റ് ഈസ് ക്യാരക്ടർ ഓഫ് യൂകാരിയോട്ട്സ് ആണ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് നോട്ട് പ്രോകാരിയോട്ട് അല്ലേ. അപ്പോൾ ക്യാപ്പിംഗ് മിഥൈൽ, ദറ്റ് ഈസ് 3' എൻഡിലാണോ? നോ, 5' end of hnRNA. Then so the correct answer, the fourth option is correct. Okay, easy ആയി നിങ്ങൾ അത് ആൻസർ ചെയ്തു. Fourth option is correct. Okay, then
നമുക്ക് ഏറ്റവും മോർഫോളജി എന്നുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടു. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലോറൽ ഫോർമുല തരും, നിങ്ങൾക്ക് ഞാൻ ക്ലൂ തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ക്ലൂ ഓർത്തിരിക്കുമല്ലോ. എന്താ ഓർത്തിരിക്കുന്നത്? നിങ്ങളോട് എന്താ നോക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് തന്ന ഈസി ആയിട്ടുള്ള ക്ലൂവിൽ നിങ്ങൾ ആൻഡ്രീഷ്യത്തിൻ്റെ ക്യാരക്ടർ മാത്രം നോക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫ്ലോറൽ ഫോർമുല കിട്ടിയാൽ ആൻഡ്രീഷ്യവും ഫ്ലോറൽ ഡയഗ്രവും ആണെങ്കിൽ ഗൈനീഷ്യവും നോക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ മറന്നേക്കാൻ പറഞ്ഞു ഇല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ എയിൽ നമ്മൾ ആൻഡ്രീഷ്യൻ നോക്കി 9+1 അറേഞ്ച്മെൻ്റ് ഉള്ളത് ഏതാ? ഫാബേസി. അപ്പോൾ എ എന്നുള്ളത് ഫാബേസി എന്നാണ് കണ്ടത്. അപ്പോൾ എ ഫാബേസി വരുന്നു. എ എന്നുള്ളത് 3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? അവിടെ നിങ്ങൾക്ക് ഈസിയായി കണ്ടുപിടിച്ചു. ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഫസ്റ്റ് ഓപ്ഷനിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെടുക്കാവുന്ന മാച്ച് ദ കോളം ആയിരുന്നു കൂടുതലും. 1 or 2 മാത്രമേ സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമ്മൾ പോയിട്ടുള്ളൂ അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങൾ പറഞ്ഞു തന്നില്ലേ? നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ മാച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ CA 5 സ്റ്റേമൻസ് വന്നാൽ സൊളനേസിയ എന്ന് പറഞ്ഞു. 3+3 ലില്ലിയേസി. 2+4 അല്ലേ? 2+4 വന്നാൽ ബ്രാസിക്കേസി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മുടെ റിപ്പീറ്റർ ക്ലാസ്സുകളിൽ തിയറി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അന്ന് സമയത്ത് മോർഫോളജി നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇത് തന്നെ ചെയ്യാൻ പറഞ്ഞു. യുവർ ആൻസർ ഈസ് 100% കറക്റ്റ് ആയിട്ടുണ്ട്. സോ യുവർ ആൻസർ ഈസ് 100% കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. തേർഡ് ഓപ്ഷൻ ഈസ് സോ കറക്റ്റ് ആണ്. ഒറ്റ ഓപ്ഷൻ ഉള്ളത്. വെരി ഗുഡ്. നന്നായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഫിസിയോളജി എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഫിസിയോളജി, പ്ലാന്റ് ഫിസിയോളജി എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒക്കെ നമ്മൾ പഠിച്ച ചില പാർട്ട് വരുന്നു അവിടെ അല്ലേ? ദെൻ ഗ്രാന ലാമെല്ല ഹാവ് ബോത്ത് PS1 ആൻഡ് PS2. യെസ്, PS1 ഉണ്ട് PS2 ഉണ്ട്. ഗ്രാന ലാമെല്ലയിൽ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ബോത്ത് PS1 ആൻഡ് PS2. സൈക്ലിക്കാണ് ചോദിച്ചത്. ഓൺലി PS1 ഈസ് ഇൻവോൾവ്, നോട്ട് PS2 അല്ലേ? PS2 cyclic phosphorylation involves both. Incorrect ആണ്. So both ATP and NADH synthesis during non-cyclic phosphorylation correct അല്ലേ? Stroma lamella have PS1 only, like NAD predictase. അതെല്ലാം കറക്റ്റ്. അപ്പം നോൺ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് യുവർ കറക്റ്റ് ആൻസർ. നിങ്ങളെല്ലാവരും കറക്റ്റ് ആക്കിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അഗെയിൻ നമ്മൾ അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദെൻ PBR നമ്മൾ പടം ഉൾപ്പെടെ പഠിച്ചതാണ്. PBR 322ൻ്റെ ക്യാരക്ടർ പഠിച്ചതാണ് അല്ലേ? PBR 322 പഠിച്ചു. റെസ്ട്രിക്ഷൻ സൈറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ? സോ യുവർ ആൻസർ ഈസ് ഇറ്റ് വിൽ എന്തുകൊണ്ട് ആംബിസിൽ റെസിസ്റ്റൻസ്? ഓപ്ഷൻ 3 ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു കൺഫേം ആംബിസിൽ റെസിസ്റ്റൻസ് ടു ദ ഹോസ്റ്റ് സെൽ. ദാറ്റ് ഈസ് യുവർ ആൻസർ ഈസ് PBR 322. നമ്മൾ ചാർട്ട് ഉൾപ്പെടെ ഡയഗ്രം ഉൾപ്പെടെ പഠിച്ചു. PS2 വിൽ സൈറ്റ് പഠിച്ചു. ആംബിസിലിൻ കനെയിൻ റീജിയനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ സോ യുവർ ഓപ്ഷൻ ഈസ് ആൻസർ 3. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, DNA fingerprinting involves identifying difference in some specific regions of in DNA sequence is called എന്താണ്? repetitive DNA. Your answer is 4-1. That is also correct. കറക്റ്റ് ആക്കി. റിപ്പീറ്റ് DNA ആണ്. ദെൻ വീണ്ടും നമ്മുടെ മാച്ച് ദ കോളത്തിലേക്ക് വന്നു. നമ്മൾ വന്നു. വീണ്ടും അതൊന്ന് മാച്ച് ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ത് ബോണ്ടാ പ്രോട്ടീനിൽ നമ്മൾ ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ടുള്ള ഓപ്ഷൻ ഏതാ? പ്രോട്ടീനിൽ പെപ്റ്റൈഡ് ബോണ്ടാണ്. പോളിപെപ്റ്റൈഡ് ബോണ്ട്സ് ആണ്. പോളിപെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് 4 ആണ്. A4 വരുന്ന ഓപ്ഷൻ നോക്കി. അപ്പോൾ നമുക്കിവിടെ 2, 3 A4 ആണ്. നമ്മൾ ഒന്നാമത്തെ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കണ്ട. 4ാമത്തെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നോക്കണ്ട. A4 വരുന്ന ഓപ്ഷന് 2 എണ്ണം കിടക്കുന്നതുകൊണ്ട് 2 നോക്കണം. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് CC ബോണ്ട്, ഡബിൾ ബോണ്ടാണ് CC. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അപ്പം B എന്നുള്ളത് 1, B1 അല്ലേ? അപ്പം B1 വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. സോ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് മാച്ച് കിട്ടി. അപ്പം A4 B1 C2 D3 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഈസിയായി നിങ്ങളത് മാച്ച് ചെയ്തു. 143 മിക്കവാറും എല്ലാവരും ശരിയാക്കിയെന്നാണ് പറയുന്നത്. Nowadays it is possible to detect the mutated gene causing cancer by allowing radioactive probe. എന്താണ് പ്രോബ്? പഠിച്ചു, നമ്മുടെ ബുക്കിലുണ്ട്.
probe അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. Mutated gene does not appear on the photographic film as the probe has no complementary with it എന്നുള്ള വാക്ക് സ്റ്റേറ്റ്മെൻറ്റ് അതേ NCERTൻ്റെ അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതേ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. സോ യുവർ ആൻസർ ഈസ് ദ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഈസിയായി നിങ്ങളതും ആൻസർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. ദെൻ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവിനെ കുറിച്ച് പഠിച്ചു. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് അല്ലേ, ജിയോമെട്രിക് ഗ്രോത്ത്, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് n2 = n0 e⁻RT എന്ന ഇക്വേഷനൊക്കെ പഠിച്ചു. ഈ റെപ്രസെൻറ്റ് എന്താ ഈ ബേസ് ഓഫ് നാച്ചുറൽ ലോഗ് എന്നാ പഠിച്ചത്. 2.71828 2.71828 ആണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള. ദാറ്റ് ഈസ് ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതമാണ്. ദാറ്റ് ഈസ് ഇ. അതും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇ എന്തും ഇയുടെ വാല്യൂയും തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, ഇയുടെ വാല്യൂ വരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് കോൾഡ് സാപ്രോഫൈറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. വി കോൾഡ് ഇറ്റ് ആർ പാരസൈറ്റ് ആണ് അല്ലേ. സം ഓർഗാനിസം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് എന്താ വിളിക്കുന്നത്, സ്പെഷ്യലൈസ്ഡ് സെൽസ്, ഹെറ്ററോസിസ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്യൂഷൻ ഓഫ് ടു സെൽസ് ഈസ് കോൾഡ് കാരിയോഗമി. ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് കാരിയോഗമി എന്നാണ് പഠിച്ചത്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ബിറ്റ്വീൻ ടു മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗമീറ്റ്സ് ഈസ് കോൾഡ് പ്ലാസ്മോഗമി അല്ലേ. ദറ്റ് ഈസ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ആണ്. ടു മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗമീറ്റ്സ് ഈസ് കോൾഡ് പ്ലാസ്മോഗമി. സോ യുവർ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷൻ ബാക്കിയൊക്കെ ഈസി ആയിരുന്നു. ഫോർത്ത് വൺ ഈസ് കറക്റ്റ് ആൻസർ. ദെൻ വീണ്ടും നമ്മൾ മാത്സ് കോളത്തിലേക്ക് വന്നു. നമ്മൾ സെൽ സൈക്കിൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. സെൽ സൈക്കിൾ സാധാരണ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. സെൽ സൈക്കിൾ എപ്പോഴും അത് പറയുന്നതാണ്, പേടിയാണ് നിങ്ങൾക്ക്. സെൽ സൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സൈക്കിളിൽ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ G0 ഒക്കെ ചോദിച്ച് നമ്മൾ പല പ്രാവശ്യം നമ്മളെ കുഴപ്പിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം അതിനെ രക്ഷപ്പെടുത്തി, കൊറോണ ആയതുകൊണ്ടായിരിക്കാം, നമ്മൾ ഈസിയായി സാധിച്ചു. എസ് ഫേസ്, സിന്തറ്റിക് ഫേസ് എന്നറിയാം. എസ് ഫേസ്, സിന്തറ്റിക് ഫേസ് അല്ലേ. അപ്പോൾ എസ് ഫേസിൽ നമ്മൾ സിന്തറ്റിക് ഫേസ് എന്ന ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം. എന്താ എസ്? എന്ത് സിന്തസിസ്? DNA സിന്തസിസ്. DNA റിപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ എസ് ഫേസ് അല്ലേ. അതുപോലെ സെൻട്രിയോൾ, ആനിമൽ സെൽസിലെ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. G2 ഫേസ്. G2 ഫേസിൽ എന്താ? G2 ഫേസിൽ അപ്പം നമുക്ക് എസ് ഫേസ് DNA റിപ്ലിക്കേഷനാണ്. എ എന്നുള്ളത് 4 ആണ്. A4 ആണ്, ഈസി ആണ്. A4 വരുന്ന 2 ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ 2ഉം 3ഉം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. 2ഉം 3ഉം നമുക്കിനി നോക്കണ്ട, കാരണം A4 ആണെന്ന് നമുക്ക് 100% അറിയാം. ദെൻ G2 ഫേസ്. അപ്പോൾ G2 ഫേസിൽ എന്താണ്? G2 ഫേസ് ആണ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, RNA ആൻഡ് പ്രോട്ടീൻ എന്നാണ് പഠിച്ചത്. ഇപ്പോൾ പ്രോട്ടീൻ സിന്തസിസ്. ക്വിസൻ സ്റ്റേജ് അതറിയാം, ഇനാക്റ്റീവ് സ്റ്റേജ് ആണ് അല്ലേ. ടെമ്പററി ഇനാക്റ്റീവ് സ്റ്റേജ് ആണ് ക്വിസൻ സ്റ്റേജ്. പിന്നെ G1 phase അല്ലേ, interval between mitosis and initiation of DNA replication. So your answer is the very first one ആണ് നിങ്ങളുടെ ആൻസർ. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ. നിങ്ങളെല്ലാവരും ശരിയാക്കി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും കറക്റ്റാക്കി. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇതെല്ലാം നിങ്ങളുടെ കറക്റ്റാണ്, എല്ലാം ഈസി ആയിരുന്നു ക്വസ്റ്റ്യനൊക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകറക്റ്റ് എന്ന വാക്ക് മിസ് ചെയ്യാതെ നോക്കണം. ഇൻകറക്റ്റ് ആണ്. ATP സിന്തസിങ്. അപ്പം കോംപ്ലക്സ്, 5ാമത്തെ കോംപ്ലക്സ് ATP സിന്തേസ് എന്ന കോംപ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ ശരിയല്ലേ? ATP സിന്തസിസ് ത്രൂ കോംപ്ലക്സ് 5 എന്ന ശരിയാണ്. ഓക്കെ. പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ പ്രൊഡ്യൂസ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻ റെസ്പിറേഷൻ. യെസ്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ATP സിന്തസിസ്. കറക്റ്റ്. ഡ്യൂറിങ് എയറോബിക് റെസ്പിറേഷൻ റോൾ ഓഫ് ഓക്സിജൻ ലിമിറ്റഡ് ടെർമിനൽ സ്റ്റേജ് ആണ്. ടെർമിനൽ ഓക്സിഡേഷൻ എന്ന വാക്കാണ് പഠിക്കുന്നത്. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്ററാണ്, ഫൈനൽ പ്രോട്ടോൺ അക്സെപ്റ്ററാണ്. ഓക്സിജൻ എന്ന 100 പ്രാവശ്യം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇൻ ഇറ്റിയസ് ഇലക്ട്രോൺ 1 molecule of NADH is equal to 3 ATP
and 1 FADH 2 ATP ഇവിടെ തിരിഞ്ഞു പോയി. അപ്പോൾ NADH 3 ATP യും FADH 2 ATP യുമാണ്. അതാണ് റോങ് ആൻസർ. അത് നിങ്ങളെല്ലാവരും കറക്റ്റാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ പലരും അത് കറക്റ്റാക്കി എന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞു കറക്റ്റാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ATP എഴുതി കാണിച്ചിട്ടുള്ളതാണ് ഇത് ഇല്ലേ. ഓർത്ത് നോക്കിയേ, റെസ്പിറേഷൻ പഠിപ്പിക്കുമ്പോൾ ആ ഓരോ ഗ്ലൈക്കോളൈസിൽ എത്രയാണ്, അതുപോലെ ലിങ്ക് റിയാക്ഷനിൽ എത്രയാണ്, ക്രെബ് സൈക്കിളിൽ എത്രയാണ് എന്ന് എഴുതി വന്നപ്പോൾ ഇതെല്ലാം കണക്കെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തതാണ് പ്രോബ്ലംസ് ഒക്കെ. വെരി ഗുഡ്. 149 ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നൈട്രോകോക്കസ്, റൈസോബിയം, തയോബാസിലസ് ആൻഡ് നൈട്രോബാക്ടർ. അപ്പോൾ മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്ററിലാണ്. നൈട്രോകോക്കസ്, ദറ്റ് ഈസ് നൈട്രോകോക്കസ് ഓപ്ഷൻ എത്രയാണ്? 2, കൺവേർഷൻ ഓഫ് അമോണിയ ടു നൈട്രൈറ്റ്. റൈസോബിയം ഓപ്ഷൻ ബി. അപ്പോൾ റൈസോബിയം ദറ്റ് ഈസ് എത്രയാണ്? B, that is 4th one, conversion of aqueous nitrogen to ammonia. Then thiobacillus denitrification. Thiobacillus denitrification ആണ്. So nitrobacter, then nitrobacter, that is conversion of nitrite to nitrate. Easy question ആയിരുന്നു നമ്മുടെ question. So your option is third option അല്ലേ? Third option അല്ലേ? Correct. Then last one. Role of RNA polymerase. RNA polymerase 3 the role എന്താ? That is transcribes tRNA, 5S rRNA and snRNA. So the fourth one is correct. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരുന്നു അല്ലേ? ബോട്ടണി പാർട്ടിൽ ഉള്ള ക്വസ്റ്റ്യൻസ് 99% നിങ്ങൾക്ക് ഈസിയായി കിട്ടി. അപ്പോൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും എല്ലാം നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. ലോങ് ടൈമിലുള്ളവർക്കെല്ലാം ഇനിയും റിപ്പീറ്റ് ചെയ്യാം. ആൽഫ എൻട്രൻസ് അക്കാഡമി റിപ്പീറ്റ് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കുക. ഓൾ ദ ബെസ്റ്റ്. ഫ്യൂച്ചറിൽ എല്ലാവരും ഡോക്ടർമാരായി മെഡിക്കൽ കോളേജിൽ പഠിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ബെസ്റ്റ് വിഷസ്.